നൂറ്റാണ്ടുകളായി നിലനിന്ന് വരുന്ന അനുഭവസ്യങ്ങളാണ് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇറക്കിയ ലഘുലേഖയിലുണ്ട്, ഒമാനിൽ ധാരാളം നബിമാരുടെയും സാലിഹ്യങ്ങളുടെയും ഖബറുകൾ കെട്ടിയിട്ടുണ്ട്, അവിടെ കുബ്ബയുണ്ട് എന്ന്. ഒമാനിൽ മാത്രമല്ല, ഒമാനിൽ നൂറുകണക്കിനുണ്ട്, ഈജിപ്തിൽ ആയിരക്കണക്കിനുണ്ട്. ഈജിപ്തിൽ സഹാബത്ത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തങ്ങൾ അവരുടെ ഖബറ് അവിടെ സിയാറത്ത് കേന്ദ്രമാണ്. ഈജിപ്തിൽ ഇമാം ഷാഫിയുടേത്, ഉഖബത്ത് ബിൻ ആമിർ എന്ന് പറയുന്ന സഹാബിയുടേത്, ഇസ്ലാമിക പ്രബോധനവുമായി ഈജിപ്തിലേക്ക് പോയ സഹാബിയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ലോകത്ത് മുഴുവനും വഹാബികൾ പൊളിച്ചു മാറ്റി എന്നതൊഴിച്ചാൽ മഹാന്മാരുടെ ഖബറുകൾ, അമ്പിയാക്കളുടെ ഖബറുകൾ, ഔലിയാക്കളുടെ ഖബറുകൾ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ അവിടെ കുബ്ബകൾ നിർമ്മിക്കുകയും സിയാറത്ത് കേന്ദ്രങ്ങളാക്കുകയും ചെയ്തത് വളരെ കൃത്യമായി കാണാവുന്നതാണ്. ഇനി മഹാനായ മമ്പുറം തങ്ങൾ അവരുടെ ഖബർ എന്താണ്? മമ്പുറത്തും അതുപോലെ സിറ്റിയിലൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ ഖബർ കെട്ടിയിട്ടില്ല, ഖബറിന്റെ മേലെ ഒരു പ്രത്യേക പെട്ടി മറയിട്ടുകൊണ്ട് മറച്ചിരിക്കുകയാണ്, ഇല്ലേ? അതിന്റെ ചുറ്റുഭാഗത്ത് ബിൽഡിംഗ് എടുത്തിരിക്കുകയാണ്, കുബ്ബയും ബിൽഡിങ്ങും, സിയാറത്ത് സൗകര്യത്തിന് വേണ്ടി. സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ, മഴ കൊള്ളാതിരിക്കാൻ സിയാറത്ത് കേന്ദ്രങ്ങളാക്കിയിരിക്കുകയാണ്. നേരെ മറിച്ച് ഖബർ കെട്ടിയിട്ടില്ല. ഇതേ അവസ്ഥയാണ് മമ്പുറത്തുള്ളത്, ഇതേ അവസ്ഥയാണ് മദീനത്തും ഉള്ളത്. കേട്ടോളൂ നിങ്ങള്, മഹാനായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ അത് നിലത്തായിരുന്നു, അത് ഒരു ചാൺ ഉയരത്തിൽ മാത്രമാണ് ഉയർത്തപ്പെട്ടത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഖബറിന്റെ ചുറ്റും പ്രത്യേകമായ മതിലുകെട്ട് അതിലേക്ക് നിസ്കരിക്കപ്പെടാതിരിക്കാൻ, അതിലേക്ക് സുജൂദ് ചെയ്യപ്പെടാതിരിക്കാൻ, അതിലേക്ക് ആരാധന ചെയ്യപ്പെടാതിരിക്കാൻ, അത് ജനദൃഷ്ടിയിൽ നിന്ന് മറച്ചുവെക്കാൻ, അത് ജനമനസ്സുകളിൽ ആദരവോടെ സൂക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകമായ മതിലുകെട്ട് മറക്കപ്പെട്ടിരുന്നു എന്ന് വളരെ കൃത്യമായി ഹദീസിൽ കാണുമ്പോൾ ആ മറന്റെ ഉള്ളിലുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഒരു ചാണേ ഉള്ളൂ എന്നും വളരെ കൃത്യമായി പറയുമ്പോൾ അതാണ് നമ്മുടെ മഖാമുകളിലുള്ള അവസ്ഥ. സിറ്റിയിലെ മഖാമുകൾ നോക്കൂ, അതിന്റെ ചുറ്റുഭാഗത്ത് മരപ്പെട്ടിയിട്ടിട്ട് മൂടിയിരിക്കുകയാണ്. അതിലേക്ക് സുജൂദ് ചെയ്യാതിരിക്കാൻ, അതിലേക്ക് നിസ്കരിക്കപ്പെടാതിരിക്കാൻ, അതിനെ ആദരവോടെ സൂക്ഷിക്കാൻ, അവിടെ മണ്ണുകൾ മാറി കൊണ്ടുപോകാതിരിക്കാൻ, ആ ബഹുമാനം നിലനിർത്താൻ വേണ്ടി അവിടെ പ്രത്യേകമായ മറ കെട്ടിയിട്ട്, പുറത്ത് കെട്ടിയിട്ട്, പെട്ടി കൊണ്ട്, മരപ്പെട്ടി കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്, താബൂത്ത് കൊണ്ട്. അതിന്റെ ചുറ്റുഭാഗത്ത് ബിൽഡിംഗ് ഇട്ടിരിക്കുകയാണ്. ഇത് മദീനത്തെ പാരമ്പര്യമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് മഹാരഥന്മാരായ സ്വഹാബികളും താബീങ്ങളും തബഉ താബീങ്ങളും നൂറ്റാണ്ടുകളായി ചെയ്തു വന്ന ആചാരമാണ്. ഇതാണ് അവിടെയുള്ളത്. വളരെ കൃത്യമായി പരിശോധിക്കാം. എന്നാൽ ഇവര് പറയുന്നത് എന്താണെന്നറിയോ? ആ ഖബറങ്ങ് സിയാറത്ത് ചെയ്താൽ അത് വിഗ്രഹാവുന്ന പറയുന്നത്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു നോക്കൂ, അദ്ദേഹം പറയാണ് അദ്ദേഹം പറയാണ് ഖബറിനെ മമ്പുറം തങ്ങളുടെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് മമ്പുറം തങ്ങളൊരു വിഗ്രഹമാണ്. പറയട്ടെ, അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു നോക്കൂ നിങ്ങള് എന്താ പറഞ്ഞേ? ഇവര് ഖബറാരാധനയല്ല നടത്തുന്നത്, വിഗ്രഹാരാധന. മമ്പുറം തങ്ങളുടെ വിഗ്രഹമാണ്, മമ്പുറം തങ്ങൾ വിഗ്രഹ. എന്നാൽ വേറെ മോല് പറഞ്ഞേ മമ്പുറം തങ്ങൾ വിഗ്രഹം എന്നല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഹനീഫ് കായക്കൂടി കേട്ടോളൂ നിങ്ങള്, അടുത്ത മൂത്ത ആളാ. അമ്പരങ്ങൾ ബിംബമാണെന്നോ അമ്പരങ്ങൾ വിഗ്രഹമാണെന്നോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. അമ്പരങ്ങൾ ബിംബമാണെന്നോ അമ്പരങ്ങൾ വിഗ്രഹമാണെന്നോ മുജാഹിദുകൾ പറഞ്ഞിട്ടില്ല. അവൻ നേരത്തെ പറഞ്ഞതോ? അറിയോ? സമസ്തക്കാരൊന്നും മുസ്ലിമീങ്ങളല്ല നമുക്കൊരു പറയണത്. 4 സമസ്തക്കാര് മുസ്ലിമീങ്ങളെ അല്ല. എന്റെ വീക്ഷണത്തിൽ ഒരൊറ്റ മുസ്ലിം സമസ്തയിലില്ലാതാ പറയട്ടെ. മുസ്ലിങ്ങൾ നടത്തിയ ദഅവത്തല്ല സമസ്ത നടത്തുന്നത്. വളരെ കൃത്യമായി പറഞ്ഞ, എന്റെ ശൈലി പറഞ്ഞ, സമസ്ത ഇസ്ലാമിക സമൂഹമല്ല. സമസ്ത എന്ന് പറയുന്ന വിഷമമുണ്ടല്ലോ, അബൂജഹലിനേക്കാൾ കുറച്ചുകൂടി താഴെ നിർത്തണം എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ നിങ്ങള്, പച്ചയായിട്ട് പറയണത്. എന്റെ വഹാബികളെ,
നിങ്ങൾക്ക് ഉളുപ്പുണ്ട് എന്നാ ഞങ്ങൾ വിചാരിക്കണത്. എന്നിട്ട് ഞങ്ങളോട് സലാം പറയാത്തതിൽ വമ്പ കംപ്ലൈന്റാ, സലാം മടക്കാത്തതിൽ അതിലേറെ കംപ്ലൈന്റ്. അബൂജഹലിന്റെ അപ്പുറാന്നാ പറയുന്നത്. എന്നിട്ട് സിറ്റിയിൽ വന്നിട്ട് നമ്മൾ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യും. നിങ്ങൾ അബൂജഹലിനെ തുടർന്ന് നിസ്കരിക്കലുണ്ടോ? ഇത് നിങ്ങളെ മുജാഹിദ്മാര് ശരിയാ പറയുന്നത്, സ്വന്തം മുജാഹിദ്, ഇസ്മു മുസമ്മേ മുജാഹിദാ. ഇനി മൂപ്പര് പറയണ്ട, മഞ്ഞളാംകുഴി അലി കേരളത്തിന്റെ മന്ത്രി പദവിയിലെത്തിയപ്പോഴ് ആദ്യം അദ്ദേഹം പോയത് മമ്പുറം സിയാറത്ത് ചെയ്യാൻ, പിന്നെ പോയത് പാണക്കാട് തങ്ങളുടെ അടുത്ത്, പിന്നെ പോയതാ തിരുവനന്തപുരത്തേക്ക്. അതിനെപ്പറ്റി പറയട്ടെ. ഞാൻ തീർച്ചയായും കോൺഫിഡൻസിലെ ഞാൻ പറയും, കോൺഫിഡൻസിൽ ഒരു സത്യസന്ധരാണെങ്കിൽ, ഹക്കറിയാത്തത് കൊണ്ടാണെങ്കിൽ, മക്കളുടെ മുസ്ലിയാനെ രക്ഷല്ലോ അമ്പർത്തും അമലമില്ലേ അക്കൂട്ടപ്പെട്ടോലെ ഈ സസ്യന്റെ ഒരിക്കൽ രക്ഷല്ല. നല്ല അറിവുള്ള തെളിവായിട്ട് പറയുമ്പോൾ, തിരിക്കാൻ മാത്രമുള്ള തെളിവായിട്ട് പറയുമ്പോൾ ശ്രദ്ധിച്ചോളി. അതെന്താ, അല്ലാഹുവിനുള്ള വിശ്വാസത്തിൽ ശിർക്ക് വന്ന സകൽ ഉറപ്പാണല്ലോ. ഖുർആനിലെ 39-ാമത്തെ 65-ാമത്തെ വചനം. പിന്നെയോ ഇന്നല്ലാഹ ലാ യഗ്ഫിറു 8-ാമത്തെ വചനം 4-ാമത്തെയാണ്. ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല, ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത പാവകത ശിർക്കാണ്. ശരി, സമ്മതിക്കും. ആ ശിർക്ക് ഒരു മുജാഹിദിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ആ ശിർക്ക് ഒരു സുന്നത്തീയമായി ഉണ്ടാകാൻ പാടുള്ളൂ. ആ ശിർക്ക് ഒരു തബ്ലീഗുകാരിൽ വരാൻ പാടുള്ളൂ. ആ ശിർക്ക് ഒരു SDPIക്കാരിൽ വരാൻ പാടുള്ളൂ. ആ ശിർക്ക് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരിൽ വരാൻ പാടുള്ളൂ. ഒരു മന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുക്കുക ഒരു മുസ്ലിമിനെ, അയാൾ പോയത് നോക്കാൻ എഴുതണ്ടേ? മന്ത്രിയെ തിരഞ്ഞെടുത്ത ആളാകാന് ഞാൻ പറയണ്ടല്ലോ. നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ അയാൾ നോക്കൂ നിങ്ങള്, അലി ആദ്യം CPM-ലാ, അതാ നിരീശ്വരവാദ പ്രസ്ഥാനം. അപ്പൊ അയാൾ കുഫറിലാണ്, കാഫറായിരുന്നു അലി. എന്നിട്ടോ ലീഗിലേക്ക് വന്നപ്പോഴേ അപ്പൊ മുസ്ലിം ലീഗിലേക്ക് വന്നപ്പോ മുശ്രിക് ആൻഡ് കാഫിർ ഡബിളാണ്. പിന്നെ പിണറായിന്റെ കൂടെ അവിടെ നിന്ന കാലത്ത് കാഫറായിട്ടില്ലേ ആ വിഷയത്തിൽ. ഇങ്ങോട്ട് വന്നപ്പോ മുസ്ലിം ടീമിന്റെ കൂടെ കൂടിയപ്പോ മുശ്രിക്കുമായി വേണ്ട. മഞ്ഞളാംകുഴി അലി CPM പോയിട്ട് ലീഗിലേക്ക് വന്നപ്പോ മുശ്രിക്കുമായി കാഫറുമായി. പണ്ടത്തെ CPM-ൽ നിൽക്കുന്ന കുറച്ചും കൂടി മെച്ചം, കാരണം അത് കാഫറയാവുള്ളൂ. മഞ്ഞളാംകുഴി അലി എന്ന് പേരെടുത്ത കേരളത്തിന്റെ ഒരു മന്ത്രിയെ സംബന്ധിച്ചാ പറയണത്. കണ്ണൂർ സിറ്റിയിൽ നിന്നാ പ്രസംഗം. കണ്ണൂരിൽ നിന്ന് വേറെ പലതും ഉണ്ടായിട്ടുണ്ട്. സുഹൈർ ചുങ്കത്തറ വന്നിട്ട് പറഞ്ഞു, നബിദിനം കഴിക്കുന്നതിനേക്കാളും നല്ലത് കള്ളക്കടത്തും മോഷണവുമാണ്. നബിദിനം കഴിക്കുന്നതിനേക്കാളും നല്ലത് നബിദിനം കഴിക്കുന്നതിനേക്കാളും നല്ലത് കള്ളക്കടത്തും മോഷണവുമാണെന്ന് വളരെ കൃത്യമായി കണ്ണൂരിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ആര്? സുഹൈർ ചുങ്കത്തറ. ഉച്ചപത്രം സുദിനം റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ ആലോചിച്ചു, ഇതാണ് ഇവരുടെ നിലപാട്. ഇവരാണ് ഖബർ പൊളിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. ഇനി മഹാനായ ഇമാം മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉദ്ധരണിയും കൂടി വായിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കട്ടെ. മഹാനായ ഇമാം മുല്ല അലിയുൽ ഖാരി തങ്ങൾ പറയുകയാണ്, വഖദ് അബാഹസ് സലഫു, സലഫികളെ, നിങ്ങൾ സലഫികളല്ലേ? മുല്ല അലിയുൽ ഖാരി പറയുന്ന വഖദ് അബാഹസ് സലഫു, സലഫു സാലിഹീങ്ങൾ അനുവദിച്ചിട്ടുണ്ട് അൽ ബിനാ അലാ ഖബറിൽ മശായിഖ്, മശായിഖുമാരുടെ ഖബറിന്റെ മേൽ എടുപ്പെടുക്കാമെന്ന്, വൽ ഉലമാഇ, ഉലമാഇന്റെ ഖബറിന്റെ മേലും എടുപ്പെടുക്കാമെന്ന്, അൽ മശ്ഹൂരീന, പ്രസിദ്ധരായ, എന്തിനെ? ലിയസൂറഹുമുന്നാസ്, ജനങ്ങൾ സിയാറത്ത് ചെയ്തോട്ടെ. അവർക്ക് വെയിൽ കൊള്ളുമല്ലോ, അവർക്ക് മഴ കൊള്ളുമല്ലോ, അതിന് തടസ്സമല്ലേ ഈ ബിൽഡിങ്ങുകൾ. മാത്രമല്ല അത് സിയാറത്ത് കേന്ദ്രമാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാമല്ലോ. അങ്ങനെയും ആളുകൾ സിയാറത്ത് വരുമല്ലോ. വയസ്തരിഹോ ബിൽ ജുലൂസി ഫീഹി, മഖാമുകളിൽ വന്ന് ഇരുന്ന് അവർക്ക് റാഹത്തെടുക്കാൻ വേണ്ടിയും സലഫു സാലിഹീങ്ങളായ ദീനിന്റെ ഇമാമുകൾ മുഴുവനും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മസായിഖുമാരുടെയും ഖബറിന്റെ മേലെ ബിൽഡിംഗ് എടുക്കൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് മഹാനായ മുല്ല അലിയുൽ ഖാരി തങ്ങൾ തന്റെ മിർഖാത്തിൽ ഉദ്ധരിക്കുകയാണ്. അങ്ങനെ കൊട്ട
ലക്ഷക്കണക്കിന് ഉദ്ധരണികൾ ഇമാമുകളെ തൊട്ടും ഹദീസിൽ നിന്നും ആയത്തുകളിൽ നിന്നും ധാരാളം ഉദ്ധരിക്കാൻ കഴിയും. ഇനി അവരുദ്ധരിക്കുന്ന ഒരു ഹദീസിനെ സംബന്ധിച്ച് മറുപടി പറയുകയാണ്. അതായത് ഇവിടൊക്കെ ലഘുലേഖ വിതരണം ചെയ്ത ആ ലഘുലേഖയിൽ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ജില്ലയിൽ സംവാദം നടന്ന സ്ഥലത്തിന്റെ പേരാണ് പേരാമ്പ്രയിലെ സംവാദത്തിന്റെ CD ഇവിടെ വിപണിയിലുണ്ട്. അത് വേണ്ട ആളുകൾ വാങ്ങണം. അതുപോലെ എന്താണ് ആദരവ്, എന്താണ് ആരാധന, അത് വേർതിരിച്ചറിയുന്ന നല്ലൊരു പഠന പ്രഭാഷണം. അതുപോലെ തബ്ലീഗ് ജമാഅത്ത് എന്താണ്, ആളുകൾക്ക് സംശയിക്കുന്ന ഒരു വിഷയം, എന്താ തബ്ലീഗ് ജമാഅത്ത്, അതിലെന്താ കുറ്റോ? പഴയ ഉറുദു കിതാബൊന്നുമില്ല, തബ്ലീഗ് ജമാഅത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഗ്രന്ഥം മലയാളം, ഏതാണ്ട് 600-700 പേജുള്ള ഒരു മലയാള ഗ്രന്ഥമുണ്ട് തബ്ലീഗ് അറിയിപ്പ് ഇറക്കിയിട്ട്, പുതിയ ഒരു ശുദ്രകൃതിയാണത്. അതിന്റെ ഉദ്ധരണികൾ ചേർത്തുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിനെ പറ്റി പഠനം നടത്തിയ ഒരു പ്രഭാഷണവും ഈ CD-യിൽ ഈ സമ്മേളന നഗരിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. എല്ലാവരും വാങ്ങി ഓരോ കോപ്പി ഉറപ്പുവരുത്തണം. മറ്റൊരു CD-യും കൂടി മംഗലാപുരം സംവാദത്തിന് ശേഷം വഹാബികൾ നടത്തിയ ചില തിരിമറികൾ, അവർ നടത്തിയ ചില തട്ടിപ്പുകൾ വെളിപ്പെടുത്തി കാണിക്കുന്ന ഈ ഇവിടെ കാണിച്ച പല ക്ലിപ്പുകളും ചേർത്തുകൊണ്ടുള്ള ഒരു CD-യും സമ്മേളന നഗരിയിൽ ലഭ്യമാണ്. അത് ഓരോന്നും ഓരോ കോപ്പി ഓരോരുത്തർ കൈവശപ്പെടുത്തിയത് കൊണ്ടുപോയി കേട്ട് വിഷയങ്ങൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കൂ, മറ്റൊരു ഹദീസ് ഇവിടെ ഉദ്ധരിച്ചത് മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു അബുൽ ഹയ്യാജ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ അയച്ചൊരു ഹദീസുണ്ട്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. ആ രണ്ട് ഹദീസും ഏതാണ്ട് ഒരേ ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യഹൂദി നസ്രാനികളെ അല്ലാഹു തആല ലഅനത്ത് ചെയ്യട്ടെ. ആരാണ് യഹൂദി നസ്രാനികൾ എന്നറിയുമോ? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, അവരുടെ അംബിയാക്കളുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി. അതുകൊണ്ട് അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്യട്ടെ. ഈ ഹദീസാണ് വഹാബികൾ ലഘുലേഖയിൽ അടിച്ചുകൊണ്ട് മഹാന്മാരുടെ മഖാമുകൾ പൊളിക്കണമെന്നതിന് തെളിവായിട്ട് അവർ പറയുന്നത്. ഇതും ആ ഹദീസും തമ്മിലുള്ള, ഈ വിഷയവും ആ ഹദീസും തമ്മിലുള്ള ബന്ധം എന്താണ് ആ ഹദീസിൽ പറഞ്ഞ ആശയം മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഈ ഹദീസിന്റെ ഒരു റിവായത്ത് മഹാനായ ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ വേളയിൽ കിടക്കുകയാണ്. ലമ്മസ്തകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദു നിസാഇഹി കനീസതൻ യുഖാലു ലഹാ മാരിയ. അള്ളാഹുവിന്റെ റസൂലിനോട് വഫാത്തിന്റെ രോഗത്തിൽ കിടക്കുന്ന നബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഭാര്യമാർ മാരിയ എന്ന പേരുള്ള ഒരു കനീസയെ സംബന്ധിച്ച്, ഒരു മതാചാര കേന്ദ്രത്തെ സംബന്ധിച്ച്, ഒരു ക്രൈസ്തവ മതാരാധനാലയത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ആ സമയത്ത് വകാനത്ത് ഉമ്മു സുലൈമിൻ വഉമ്മു ഹബീബത തത്താ അർളൽ ഹബശ, എത്യോപ്യയിലേക്ക് പണ്ട് ഹിജ്റ പോയ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് സഹാബികൾ ഹിജ്റ പോയ സ്ഥലമാണ് ഹബശ, എത്യോപ്യ എന്ന് പറയുന്ന സ്ഥലം. ആ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ രണ്ട് സഹാബികൾ ഉമ്മു സലമ ബീവിയും ഉമ്മു ഹബീബ ബീവിയും ആ സദസ്സിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നബിയേ, എത്യോപ്യയിൽ ഒരു ആരാധനാലയമുണ്ട് നബിയേ, ക്രൈസ്തവരുടെ ആരാധനാലയമാണ് നബിയേ. അത് ഒരു റിപ്പോർട്ട് പ്രകാരം അത് ജൂതരുടെ ആരാധനാലയമാണ്. കനീസ ഹിയ മഅബദുൻ നസാറ, നസ്രാനികളുടെ ക്രിസ്ത്യാനികളുടെ ആരാധനാലയമാണ്. വഖീല ഹിയ മഅബദുൽ യഹൂദ്, അത് യഹൂദികളുടെ ആരാധനാലയമാണെന്ന അഭിപ്രായമുണ്ട്. നബിയേ, എത്യോപ്യയിൽ ഒരു ആരാധനാലയമുണ്ട്, അതിന്റെ പേര് മാരിയത്ത് എന്നാണ് നബിയേ. ഫദകറതാമിൻ ഹുസ്നിഹാ, അതിന്റെ അലങ്കാരം, അവിടെ ബൊമ്പിച്ച അലങ്കാരമുണ്ട്. ആ അലങ്കാരം നബിക്ക് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല വതസാവീറ ഫീഹാ, അതിലൊരുപാട് ബിംബങ്ങളുമുണ്ട്. ഒരുപാട് ബിംബങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുന്ന സമയത്ത് നബിയോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് തലപൊക്കി, കിടന്നിടത്തും തല ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, ഉലൈക ഖൗമൻ, ആ വിഗ്രഹങ്ങൾ ആരെന്നറിയുമോ? അവരൊരു ഖൗമാണ്. ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹു, അവരിൽ നിന്ന് ആരെങ്കിലും നല്ല മനുഷ്യന്മാർ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദൻ, ആ ഖബറിന്റെ മേലെ ഒരു പള്ളി ഉണ്ടാക്കും. ആ ഖബറിന്റെ മേലെ ഒരു പള്ളി ഉണ്ടാക്കും. സുമ്മ സബ്ബറൂ ഫീഹി, എന്നിട്ട് ആ പള്ളിയിൽ അവർ സ്ഥാപിച്ചു വെക്കും. തിൽക സുവറ, ആ മഹാന്മാരുടെ ബിംബങ്ങളെ.
ഒരു മഹാൻ മരിച്ചാൽ ആ മഹാന്റെ ഖബറിന്റെ മേലെ ഒരു പള്ളിയാക്കുകയാണ്. എന്നിട്ട് ആ പള്ളിയിൽ ആ മഹാന്റെ ബിംബം നിർമ്മിക്കുകയാണ്. എന്നിട്ട് ആ ബിംബത്തിന് ആരാധിക്കുകയാണ്. അങ്ങനെ ബിംബാരാധകരായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉലൈക ശിറാറുൽ ഖൽഖ്, അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത നസ്രാനികളെ അല്ലാഹു തആല ശപിച്ചിരിക്കുകയാണ്. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഖബറിന്റെ മേലെ ഒരു വലിയ മസ്ജിദിനെ നിർമ്മിച്ചുകൊണ്ട് ആ മസ്ജിദിന്റെ ഉള്ളിൽ ഈ പ്രതിമകളെ സ്ഥാപിച്ചുകൊണ്ട് ആ പ്രതിമകൾക്ക് ആരാധന അർപ്പിക്കുന്ന ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവർ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഈ ഹദീസാ പോയിട്ട് പറയുന്നത് മഖാമ് സിയാറത്ത് ചെയ്തതിനെ സംബന്ധിച്ച്. ഈ ഹദീസ് മദീനത്തും കൊള്ളൂലേ? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഖബർ എവിടെയുണ്ട്? തങ്ങളെ ഖബർ മദീനത്തെ പള്ളിയിലല്ലേ ഉള്ളത്. മദീനത്തെ പള്ളിയുടെ ബിൽഡിംഗ് അതിന് വലയം ചെയ്തിരിക്കുകയാണ്. ആയിഷ ബീവിന്റെ വീടാണത്. പക്ഷേ മദീനത്തെ പള്ളിയുടെ മുറ്റമാണ് ചുറ്റുഭാഗവും മദീനത്തെ പള്ളിയുടെ ബിൽഡിംഗാണ്. ആ പള്ളിയോടത് ഭാഗികമായി വന്നിരിക്കുകയാണ്. മദീനത്തെ പള്ളി എല്ലാ ഭാഗത്തും വികസിപ്പിക്കുന്നു. പക്ഷേ ഖിബിലന്റെ ഭാഗത്ത് വികസിപ്പിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് അവിടെ ഉള്ളത് കൊണ്ടല്ലേ. എന്നിട്ട് അവിടെ വന്നിട്ട് അതിന്റെ അപ്പുറത്ത് നിസ്കരിക്കുന്നില്ലേ? അത് ഇത്തഖദൂ റൂസ് അംബിയാഇഹിം ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ ഖബറുകൾ മസ്ജിദാക്കി എന്ന് മദീനത്തെ പള്ളിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? അതാരാ ഉണ്ടാക്കിയത്? മുസ്ലിം ഉമ്മത്ത് മുഴുവനും സാക്ഷിയല്ലേ? ഇമാമുകൾ സാക്ഷിയല്ലേ? മദ്ഹബിന്റെ ഇമാമുകൾ സാക്ഷിയല്ലേ? താബിഈങ്ങൾ സാക്ഷിയല്ലേ? തബഉ താബിഈങ്ങൾ സാക്ഷിയല്ലേ? സ്വഹാബികൾ സാക്ഷിയല്ലേ? അവരൊക്കെ ഈ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ, ഖബറുകൾ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി എന്ന് പറഞ്ഞ ആ വരുതിയിൽ സഹാബികൾ പെടുമോ? താബിഈങ്ങൾ പെടുമോ? മദ്ഹബിന്റെ ഇമാമുകൾ പെടുമോ? അവരൊക്കെ നരകവാസികളാണെന്നാണോ പറയുന്നത്? അവർക്കൊന്നും ഈ ഹദീസ് മനസ്സിലായിട്ടില്ലേ? കിതാബ് ഓതാത്ത, കിതാബുമായി തിരിയുന്ന മുറിയന്താടികളായ ഈ മുറിയന്മാർക്കാണോ ഈ ഹദീസിന്റെ മാന മനസ്സിലായത്? എന്തൊരു ദൗർഭാഗ്യകരമാണ് പടച്ചവനെ ഇത്! എന്തൊരു വിധിയാണ് പടച്ചവനെ ഇത്! എന്തൊരു ദുർവ്യാഖ്യാനമാണ് പടച്ചവനെ ചെയ്യുന്നത്! നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊരു അട്ടിമറിയാണ്, എന്തൊരു തിരിമറിയാണ് ഇവർ നടത്തുന്നത്. ഇതൊരിക്കലും സിയാറത്തുകളെ സംബന്ധിച്ച് പറഞ്ഞതല്ല. ഇനിയും കേട്ടോളൂ നിങ്ങൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തക്കാരനായിരുന്ന സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാൽ മുഅദ്ദിൻ തങ്ങളെ നിങ്ങൾക്കറിയില്ലേ? ആരാണ് ബിലാൽ മുഅദ്ദിൻ എന്നറിയോ? കാഫിരിയായ ബിലാൽ. തൊലിനിറം കറുത്തുപോയി എന്ന കാരണം കൊണ്ട് സമൂഹത്തിൽ എന്നും അധമനായി തള്ളപ്പെട്ട മഹാനായ കാഫിരിയായ ബിലാൽ ഇസ്ലാമിന്റെ ശാദ്വല തീരമണഞ്ഞപ്പോൾ, അള്ളാഹുവിന്റെ റസൂലിനെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയപ്പോൾ ബിലാലിനുള്ള സ്ഥാനം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു, നബിയുടെ കൂടെ നടക്കുന്നു, നബിയുടെ എല്ലാ യാത്രകളിലും സഹയാത്രികനാണ്. മാത്രമല്ല ആ ബിലാൽ മുഅദ്ദിനാണ് മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനായി അള്ളാഹുവിന്റെ റസൂൽ നിയമിച്ചതെങ്കിൽ ഉന്നത കുലീന കുടുംബ ജാതി മഹിമയുള്ള മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും ആഗ്രഹിച്ചു, മദീനത്തെ പള്ളിയിൽ ബാങ്ക് നടപ്പിലാക്കിയപ്പോൾ എനിക്കൊരു അവസരം കിട്ടുമോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ മദീനത്തെ പള്ളിയിൽ ഉമറിന് പോലും കിട്ടാത്ത മഹിമ, സിദ്ദീഖ് തങ്ങൾക്കും കിട്ടാത്ത മഹിമ, ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾക്കും കിട്ടാത്ത മഹിമ കിട്ടിയത് ബിലാൽ മുഅദ്ദിനല്ലേ. മാത്രമല്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറയായി 8 വർഷം കഴിഞ്ഞിട്ട് മക്ക തിരിച്ചു പിടിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മക്ക ജയിച്ചടക്കി. മക്ക റസൂലുള്ളാഹിന്റെ വരുതിയിൽ വന്നപ്പോൾ ആദ്യമായി ജാഅൽ ഹഖ്ഖു സഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ എന്ന സൂറത്ത് ഇസ്രാഇന്റെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മക്കയിലേക്ക് വന്ന് കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് കയറി തന്റെ കയ്യിലുള്ള തലവളഞ്ഞ വടികൊണ്ട് 360ഓളം വരുന്ന വിഗ്രഹങ്ങളെ കൊത്തിയിട്ട പ്രസംഗം, ആ ചരിത്രം, ആ സംഭവം, ആ ഹദീസ് വഹാബികൾ എപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ്. എപ്പോഴും വഹാബികൾ അത് വഴന്ന് പറയും.
അന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ആ ചെറിയ കഅബാലയത്തിന്റെ ഉള്ളിൽ കടക്കാൻ ഒരേ ഒരാൾക്കാണ് അവസരം ലഭിച്ചത്. അത് മഹാനായ സയ്യിദുന ബിലാൽ തങ്ങളാ. റസൂലുള്ളാഹി ഇറങ്ങിയപ്പോഴേ ഇബ്നു ഉമർ തങ്ങൾ പാഞ്ഞു വലിഞ്ഞു കയറി. എന്നിട്ട് ബിലാൽ തങ്ങളോട് ചോദിച്ചു, ബിലാലെ റസൂലുള്ളാഹി എവിടെ നിന്ന് നിസ്കരിച്ച ആ സ്ഥലം ഒന്ന് കാണിച്ചു തരൂ. ബിലാൽ മോദിൻ അവിടെ കയറി നിസ്കരിച്ചു കഅബത്തിന്റെ ഉള്ളിൽ. അങ്ങനെയുള്ള മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂല് വഫാത്തായപ്പോൾ മദീന വിട്ട് നാട് വിട്ടുപോയി. നാടുകൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്നു മുഹമ്മദ് മുസ്തഫ തങ്ങൾ. അവർകൾ ബിലാലിനോട് ചോദിക്കുന്നു, ബിലാലേ അജഫൗതനി യാ ബിലാൽ, അജഫൗതനി യാ ബിലാൽ, ബിലാലേ എന്നോട് പിണങ്ങിയോ ബിലാലേ, എന്നോട് പിണക്കത്തിലാണോ ബിലാലേ, എന്നോട് വെറുപ്പിലാണോ ബിലാലേ? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഈ ശബ്ദം കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു ചോദിച്ച ഈ വിളി കേട്ടുകൊണ്ട് ഞെട്ടി ഉണർന്നുകൊണ്ട് ഓടി വരികയാണ് ഇലാ മദീനത്തി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ മദീനയിൽ വന്ന് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് അവിടുത്തെ മണ്ണ് വാരിയിട്ട് തന്റെ മുഖത്തോട് ചേർക്കുകയും അവിടുത്തെ തല ആ സ്ഥലത്തിട്ട് ഒഴുക്കുകയും ചെയ്ത സംഭവം നിഷേധിക്കാൻ കഴിയുമോ? ലോക പണ്ഡിതർ അവരുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച സംഭവം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സഹാബികളുടെ കാലത്ത്, താബീങ്ങളുടെ കാലത്ത്, തബഉ താബീങ്ങളുടെ കാലത്ത്, എല്ലാ കാലത്തും അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളടുത്തേക്ക് സഹാബത്ത് വന്നിട്ട് എന്തൊക്കെയാ ചോദിച്ചത്? എന്തൊക്കെ സംഭവങ്ങളാണ്? ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം മറക്കത്തിന് വേണ്ടി ഞാൻ ഉദ്ധരിക്കട്ടെ. മഹാനായ ഇമാം ഇബ്നു കസീർ തങ്ങൾ തന്റെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ ഇബ്നു കസീറിൽ അവിടുത്തെ അൽ ബിദായത്ത് വന്നിഹായ എന്ന ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥത്തിൽ സഹീഹാണെന്ന് ഉദ്ധരിച്ച ഹദീസ് മാത്രമല്ല, മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയിൽ സഹീഹാണെന്ന് ഉദ്ധരിച്ച ഹദീസ് മാത്രമല്ല, ലോകം മുഴുക്കെ സഹീഹാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, വളരെ സഹീഹായ ഹദീസിൽ മഹാനായ ഇമാം ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അസാബന്നാസ ഖഹത്തുൻ, ജനങ്ങൾക്ക് വരൾച്ച ബാധിച്ചു. ഫീ സമനി ഉമറ, ഉമറിന്റെ ഭരണകാലത്ത്. ഫജാഅ റജുലുൻ, ഒരാൾ ഓടിച്ചെന്നു ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വന്നു. എന്നിട്ട് ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ കേട്ടോളൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നബിനോട് ഒരാൾ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പറയാം. ആ വന്ന ആളാരാണ്? അത് റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് നോക്കണ്ടില്ല. ആ ഒരു സഹാബി അല്ലെങ്കിൽ ഒരു താബി ആയിക്കോട്ടെ, ഈ സംഭവം ഇല്ലെന്ന് പറയാൻ കഴിയും. സഹീഹാൻ, ലോക ഗ്രന്ഥങ്ങൾ മുഴുവൻ ഉദ്ധരിക്കുന്നു. ആ വന്ന ആള് സഹാബിയാണെന്നാണ് പ്രബലം, ചരിത്രത്തിൽ പ്രബലം ഒരു സഹാബിയാണ്. ആരാണ് ആ സഹാബി? അത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സേവകനായ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഭരണകാലത്ത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി നിയോഗിച്ചൊരു സഹാബിയാണ്. ആ സഹാബിയാണെന്നാണ് പ്രബലം. ഇനി ആ സഹാബി എല്ലാന്ന് അഭിപ്രായമുണ്ട്. ആയിക്കോട്ടെ, ആരായാലും ആയിക്കോട്ടെ, വേറെ സഹാബി ആയിക്കോട്ടെ, ഒരു സഹാബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവരുടെ ഖബറിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറയാൻ, ഖബറിന്റെ അടുത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നബിയേ, ഇത് ആരാധനയാണോ? വഹാബികളെ പറയും, ഇത് ആരാധനയാണോ? റസൂലുള്ളാഹിനെ ആരാധിക്കല? എന്നിട്ട് പറയാം റസൂലുള്ളാഹിനോട്, ഇസ്തസ്ഖിലി ഉമ്മത്തിക, നിങ്ങളെ ഉമ്മത്തിന് നിങ്ങൾ വെള്ളം തരണം, നിങ്ങൾ വെള്ളം തരണം. റസൂലുള്ളാഹിന്റെ മഴയില്ലായിട്ട് അസാബന്നാസ ഖഹ്തുൻ, ജനങ്ങൾക്ക് വരൾച്ച ബാധിച്ചു. ഫീ സമനി ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത്. ഫഖാല, റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് വന്നിട്ട് പറയാം, യാ റസൂലല്ലാഹ്, നബിയേ കേട്ടോളൂ, നിങ്ങള് മുസ്ലിമീങ്ങളെ കേൾക്കൂ, സാമാന്യ ജനങ്ങളെ അറിയൂ. റസൂലുള്ളാഹിനോട് പറയും, ഇസ്തസ്ഖി, നബിയേ മഴ തരണം, വെള്ളം തരണം. ജമാഅത്തെ ഇസ്ലാമിന്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന, ഇന്ന് ജമാഅത്തുകാർക്ക് പല കള്ളക്കടത്തിന്റെയും മറ്റും പ്രശ്നം കൊണ്ട് അനഭിമതനായി മാറിയ, പല സംവാദങ്ങളിലും ഇടപെട്ട സംവാദം നടത്തി ഇയ്യൻ ഇബ്രാഹിം മൗലവി, അദ്ദേഹത്തോട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു മുഖാമുഖം നടത്താൻ വന്നു. ജമാഅത്തുകാർ പറയേ മുഖാമുഖം ഒന്നും നടത്താൻ പാടില്ല, നമ്മളിങ്ങനെ പ്രസംഗിച്ചു പോകാനേ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് മുഖാമുഖം നടത്താൻ ആവൂല, നടത്തി നോക്കിയിട്ടുണ്ട് പണ്ടവര്, ആകാത്തോണ്ട് പിന്മടിഞ്ഞ. ഞങ്ങൾ അന്ന് ചോദിച്ചു, ഈ ഹദീസ് ഇസ്തസ്ഖിലി ഉമ്മത്തിക, നബിയെ നിങ്ങളെ ഉമ്മത്തിന് വെള്ളം തരണം, വല്ലത് വെള്ളം വാങ്ങിത്തരണം. ഈ ഹദീസിനെ പറ്റി ചോദിച്ച മുമ്പ് പറഞ്ഞു, ഇസ്കി ഉമ്മത്തിക്കാന്നല്ലല്ലോ പറഞ്ഞത്, ഇസ്കി എന്ന് പറഞ്ഞാൽ വെള്ളം തരണം എന്നാ.
ഇസ്തസ്കി എന്ന് പറഞ്ഞ വെള്ളത്തിന് വേണ്ടി ദ്വാരക്കുന്നല്ലേ അർത്ഥം കണ്ടാ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, വഫാത്തായി പോയി, നിങ്ങളുടെ വീക്ഷണം, പ്രബോധനത്തിന്റെ വീക്ഷണപ്രകാരം മണ്ണായി ദ്രവിച്ചു പോയ നബിനോടാ ദ്വാരക്കാൻ പറയണത്? മരിച്ചുപോയ നബിനോട് ദ്വാരക്കാൻ പറയാന്ന്. അങ്ങനെ വന്നല്ലോ. അദ്ദേഹം പറഞ്ഞു, ഏറി വന്നാൽ ജായിദാന്നല്ലേ വരുള്ളൂ. അതന്നെയാ ഞങ്ങൾ പറയണത്. ഒന്നും കൂടി നിങ്ങൾ സംവാദം നടത്തൂ, നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞങ്ങൾ പറഞ്ഞുതരാം. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ദ്വാരക്കാനല്ല, ഇസ്തസ്കി ഉമ്മത്തിക്ക, നിങ്ങളെ ഉമ്മത്ത് വെള്ളമില്ലാത്ത വരൾച്ചയിലായത് കൊണ്ട് ഈ ഉമ്മത്തിന് വെള്ളം വാങ്ങിത്തരൂ നബിയെ അല്ലാഹുവിനോട്. ഫഇന്നഹും ഹലകു, അവർ നാശത്തിന്റെ വക്കിലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകളോട് ഖബറിന്റെ അടുത്ത് വന്ന് വെള്ളം ചോദിച്ച സംഭവം മഹാനായ ഇബ്നു കസീർ തങ്ങൾ അൽ ബിദായത്ത് വന്നിഹായിൽ സഹീഹാണെന്ന് പറഞ്ഞുദ്ധരിക്കുന്നു. ഇബ്നു അബീ ശൈബന്റെ മുസന്നഫിൽ സഹീഹാണെന്ന് പറഞ്ഞുദ്ധരിക്കുന്നു. ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ സഹീഹാണെന്ന് പറഞ്ഞുദ്ധരിക്കുന്നു. ഒരു വഹാബിക്കും നിഷേധിക്കാൻ കഴിയൂല, ഒരു ഉമ്മവറ്റ കുട്ടിക്കും തള്ളാൻ കഴിയൂല. വഹാബികൾ ഇപ്പം പറയാ, ഔലിയാക്കളോട് ചോദിച്ച ശിർക്കാകുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനയാകുന്നത് മനുഷ്യ കഴിവിൽപ്പെട്ട അപ്പുറത്ത് ചോദിച്ചാലേ പ്രാർത്ഥനയാവും എന്നാ പറയുന്നത്. മനുഷ്യ കഴിവിൽപ്പെട്ട ചോദിച്ചാൽ പ്രാർത്ഥനയാവും. നമ്പർ 7, സക്കരിയ സലായി പറഞ്ഞു നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയാണ്, എന്താ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? മനുഷ്യ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. എന്താ പറഞ്ഞേ? പ്രാർത്ഥനയാണ് സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്ത് ചോദിച്ചാൽ ആ പ്രാർത്ഥന എന്ന് പറയാം. അപ്പൊ സൃഷ്ടികളുടെ കഴിവിൽ പെട്ടത് ചോദിച്ചാൽ പ്രാർത്ഥനയാവൂല. ഒന്നുകൂടി മനസ്സിലായില്ല? മനുഷ്യ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം. മനസ്സിലായില്ലേ? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കുന്ന പ്രാർത്ഥന എന്ന് പറയാം. പുതിയ നിർവചന പ്രാർത്ഥനക്ക് സക്കരിയ സലാഹിന്റെ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പൊ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്ത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, സൃഷ്ടികളുടെ കഴിവിന്. അപ്പോ എന്റെ കിണറിൽ വെള്ളമില്ല, വെള്ളം പറ്റിപ്പോയി, പടച്ചോനെ എന്റെ കിണറിൽ വെള്ളം തരണേ അല്ലാന്ന് ചോദിച്ചാല് അതെന്താ? പാറ പൊട്ടിച്ചാൽ വെള്ളം വരുന്നല്ലേ? അപ്പൊ അത് ചോദിച്ചാൽ പ്രാർത്ഥനയാവൂല, സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടതല്ലേ. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ, വള്ളി പൊട്ടിയാൽ പടച്ചോനോട് ദ്വാരക്കണം. എന്ത്? പടച്ചോനെ എന്റെ ചെരുപ്പ് ശരിയാക്കി തരണേ. എന്തിനും പടച്ചോനോട് ദ്വാരക്കണം എന്നാ. രോഗം വന്നാൽ പടച്ചോനോട് ദ്വാരക്കണം, എൽമ കിട്ടാൻ പടച്ചോനോട് ദ്വാരക്കണം, പ്രയാസം നീങ്ങാൻ പടച്ചോനോട് ദ്വാരക്കണം, സുഹൃത്തിനെ കിട്ടാൻ പടച്ചോനോട് ദ്വാരക്കണം. എന്ത് നല്ല കാര്യവും ഇതൊക്കെ നമ്മൾ ആദിയായ സാധാരണ കഴിവിൽപ്പെട്ടതല്ലേ. ഇത് ചോദിച്ചാൽ പ്രാർത്ഥനയാവൂല നമുക്ക് പറയേണ്ടത്. ഇപ്പോ എന്തിന്? മക്കാമിൽ പോയി ചോദിക്കുന്നതൊക്കെ പ്രാർത്ഥനയാക്കണം, ഇവർ പരസ്പരം ചോദിക്കുന്നൊന്നും പ്രാർത്ഥന ഇല്ലാന്ന് വരുത്തണം. അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഒരു കുറുക്ക് തന്ത്രമാണത്, മഹാപൊട്ടത്തരം. ഞാൻ ചോദിക്കട്ടെ, മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഈസാ നബിനോട്, അല്ലെങ്കിൽ വേണ്ട ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള ഒരു ദൈവമായി അവതരിച്ച, അല്ലെങ്കിൽ ദൈവമായി വിചാരിക്കുന്ന, ദൈവമായി വിശ്വസിക്കുന്ന ഒരാൾ, ഇപ്പൊ സത്യസായി ബാവ അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയി പോലുള്ള ആൾ ദൈവങ്ങളുണ്ടല്ലോ, അതിൽ മാതാ അമൃതാനന്ദമയൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാ. അവരോട് അവരുടെ ആരാധകർ എന്തെങ്കിലും ചോദിച്ചാൽ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ചോദ്യം, ഈ ചോദ്യം പ്രാർത്ഥനയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ ഇറങ്ങി വരും. ആ ഇറങ്ങി വരുന്ന ഈസാ നബിയോട് നമ്മൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. അതേ സ്ഥാനത്ത് ഈസാ നബി ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഇറങ്ങി വന്നതിന് ശേഷവും, ഇറങ്ങി വരുന്നതിന് മുമ്പും, ആകാശത്തുള്ള സമയത്തും, ഇനി വഫാത്തായതിനു ശേഷവും എപ്പം ചോദിച്ചാലും ദൈവമാണെന്ന വിശ്വാസത്തോടെ ചോദിക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ്. ചോദിക്കപ്പെടുന്ന കാര്യം നോക്കിയിട്ടല്ല പ്രാർത്ഥനയാകുന്നതും പ്രാർത്ഥനയാകാതിരിക്കുന്നതും, മറിച്ച് ചോദിക്കപ്പെടുന്ന ആളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അള്ളാഹുവാണ്, ഇലാഹാണ് എന്ന വിശ്വാസത്തോടെ ചോദിക്കപ്പെടുമ്പോൾ അത് പ്രാർത്ഥനയാകുന്നു. നേരെ മറിച്ച് ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ, അള്ളാഹുവിന്റെ അടിമയാണെന്ന വിശ്വാസത്തോടെ ഒരാളോട് എന്ത് ചോദിച്ചാലും അത് പ്രാർത്ഥനയല്ല.
അത് പ്രാർത്ഥനയല്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പരസ്പരം ഹദീസുകൾ കാണാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നത് കാണാം, ഫഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്, ഫഹ്ദിനാ ഇലാ സവാഇസ് സിറാത്ത്. മഹാനായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയാണ്, ഫഹ്ദിനാ, ഇബ്രാഹിം നബിയെ നിങ്ങൾ ഞങ്ങളെ ഹിദായത്തിലാക്കണം. ഹിദായത്ത് ചോദിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്. ഇസ്ലാം എന്ന് പുറത്തോയോ? ഇസ്ലാം എന്ന് പുറത്തോയോ? പരിശുദ്ധ ഖുർആൻ ധരിക്കുന്നു. ഇത് ഹിദായത്ത് തരുക എന്ന് പറയുന്നത് ആ കഴിവ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം അല്ലെങ്കിൽ പ്രവാചകന്മാർ അവർ ഹിദായത്തിന് കാരണക്കാരാണ് എന്നർത്ഥത്തിൽ ചോദിക്കുകയാണ്. ഈ അർത്ഥത്തിൽ അല്ലെങ്കിൽ അതിനവർ വഴികാട്ടുന്നവരാണ് എന്നർത്ഥത്തിൽ ചോദിക്കുകയാണ്. ഈ അർത്ഥത്തിലാകുമ്പോൾ അത് പ്രാർത്ഥനയല്ല, അവരോട് സഹായം തേടലാണ്. ഈ സഹായതേട്ടം അത് പരിശുദ്ധ ഇസ്ലാമിൽ നൂറ്റാണ്ടുകളായി മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ തൊട്ട് മാത്രമല്ല തങ്ങളുടെ മുമ്പുള്ള സർവ്വ ഇമാമിങ്ങളുടെയും സർവ്വ പ്രവാചകന്മാരുടെയും കാലത്ത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇതിനെയാണ് ഇപ്പൊ വഹാബികൾ ശിർക്കാണ്, കുഫറാണ്, മറ്റതാണ് എന്നൊക്കെ പറയുന്നത്. ഈ ശിർക്കും കുഫറുമാണ് വഹാബികൾ ഇന്ന് ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. വഹാബികളുടെ ഈ പുതിയ ജിന്ന വിപ്ലവം, ഈ പുതിയ ജിന്ന വിപ്ലവത്തിലൂടെ വഹാബികൾക്ക് കൃത്യമായി ഈ ശിർക്കൊക്കെ അവർക്ക് വരുന്നുണ്ട്. പഴയ കാലത്ത് നമ്മളെ പറ്റി പറഞ്ഞതൊക്കെ ഇപ്പം വഹാബികൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇവർ പണ്ട് മന്ത്രത്തെ എതിർത്തിരുന്നു. മന്ത്രത്തെ എതിർത്തിട്ടില്ല എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. എതിർത്തിട്ടുണ്ട് എന്ന സത്യമാണ്. ക്ലിപ്പുകൾ സംസാരിക്കും. മന്ത്രം അത് മുസ്ലിയാക്കന്മാർ തന്ത്ര എന്നാ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ മന്ത്രം വഹാബികൾ ചെയ്യുന്നുണ്ട്. എന്താണ് അവർ മന്ത്രത്തെ എതിർക്കാൻ അവർക്ക് പഴയ കാലത്ത് ന്യായം? മന്ത്രത്തെ എതിർക്കാൻ അവർക്കുണ്ടായിരുന്ന ന്യായം മറ്റൊന്നുമല്ല. മന്ത്രത്തെ എതിർക്കാൻ മന്ത്രിക്കുമ്പോൾ അഭൗതിക മാർഗത്തിലൂടെ അദൃശ്യമാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ശിർക്കാന്ന് പറഞ്ഞിരുന്നത് ആരാധനയാക്കാൻ മക്കാമുകളിലുള്ള സിയാറത്ത് ശിർക്കാക്കാൻ എന്താണോ അവർ ന്യായം പറഞ്ഞത്? അദൃശ്യ മാർഗത്തിലൂടെ സഹായം വരുന്നു. മമ്പുറന്നങ്ങളിൽ നിന്ന് വല്ല പുണ്യവും പ്രതീക്ഷിച്ചാൽ അദൃശ്യ മാർഗത്തിലൂടെ പുണ്യം വരുന്നു. അവരിൽ നിന്ന് വല്ല ശിക്ഷയും ഭയപ്പെട്ടാൽ അദൃശ്യ മാർഗത്തിലൂടെ ദോഷം ഭയപ്പെടുന്നു എന്ന പ്രശ്നമുണ്ട് എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് വഹാബികൾ വളരെ കൃത്യമായി മന്ത്രത്തെ പോലും എതിർത്തതെങ്കിൽ ഇന്ന് വഹാബികൾ ആ ശിർക്കിലുള്ളത്. വഹാബികൾ ഏതാണ്ട് മടവൂരികൾ വെച്ച് എല്ലാവരും സജീവ മന്ത്രത്തിലാണ്. സക്കരിയ സലാഹിന്റെ ഒരു മന്ത്രം കണ്ടോളൂ നിങ്ങൾ. അദ്ദേഹം വളരെ കൃത്യമായി മന്ത്രിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ സജീവമായി മന്ത്രിക്കുന്ന രംഗം കണ്ടോളൂ നിങ്ങൾ. ബോധ്യപ്പെട്ടത് എവിടെയാ? നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എവിടെയാ? ഷാർജയിലേക്കല്ല. എവിടത്തേക്കാണോ? പോയി നോക്കുറഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? ഞാൻ പറയാം. പറയാം. എന്താ പറയണമെന്ന് വെച്ചാല്, സക്കരിയ സലാഹിനോട് കാസർകാർ ഭാഗത്തുനിന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ വെച്ച് ഒരു മുജാഹിദുകാരൻ ചോദിച്ച ചോദ്യമാണ് ഈ കണ്ടത്. ഒരു മുജാഹിദുകാരന് ഷെയ്ത്താൻ കൂടിയപ്പോ അദ്ദേഹം നേരെ സക്കരിയ മുജാഹിദ് ബാലുശ്ശേരി നേരത്തെ കണ്ട ആളെ വിളിച്ചു. മൂപ്പരോട് പറഞ്ഞു, എനിക്ക് ഷെയ്ത്താൻ കൂടിയിട്ടുണ്ട്, എന്നെ ഒന്ന് മന്ത്രിക്കണം എന്ന് പറഞ്ഞു. മൂപ്പരം ചെയ്ത് ഒരുപാട് ചികിത്സ നടത്തിയിട്ടൊന്നും ശരിയാണില്ല. അവസാനം വലിയ ശേഖ് മൂപ്പരടുത്തേക്ക് വിട്ടു. അപ്പൊ മൂപ്പർ മന്ത്രിച്ച രംഗം പറയുന്നതിന് മുമ്പ് ചോദ്യകർത്താവിന്റെ ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഷാർജയിലേക്ക് അയച്ചത്? അപ്പൊ മൂപ്പർ പറഞ്ഞു, ഷാർജയിലേക്ക് അയച്ചിട്ടില്ല. ആരാ ഷാർജയില്? ഹുസൈൻ സലഫിയെ അറിയില്ലേ? മൂപ്പർ ഷാർജയെന്ന് ഇറക്കുമതി ചെയ്യുന്ന മുജാഹിദ. അപ്പൊ മൂപ്പർ പറഞ്ഞു ഷാർജയിലേക്ക് അയച്ചിട്ടില്ല. അപ്പൊ പറയാം ഹിഫുദുർ റഹ്മാന്റെ അടുത്തേക്ക്. ആരാ ഹിഫുദുർ റഹ്മാൻ? കോഴിക്കോട് പന്ന്യങ്കരയിലെ ഒരു മുജാഹിദിന്റെ ജിന്ന് ക്ലിനിക് ഉണ്ട്. ആ ക്ലിനിക്കിന്റെ നേതൃത്വം വഹിക്കുന്ന ഹിഫുദുർ റഹ്മാൻ മൂപ്പരടുത്തേക്ക് അയച്ചേ. മൂപ്പരടുത്തേക്ക് ഞാൻ അയച്ചിട്ടില്ല, പിന്നെയോ ഞാൻ സ്വന്തം മന്ത്രിച്ചതാണെന്ന് മൂപ്പർ മറുപടി തലക്ക് നേരിട്ടെടുക്കും. പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് ബോധ്യപ്പെട്ടത് എവിടെയാ? ഷാർജയിലേക്കല്ല. എവിടത്തേക്കാണോ? പോയി നോക്കുറഹ്മാനടുത്തേക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ ബാധയാണെന്ന് ബോധ്യപ്പെട്ടത്? എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്.
ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിന് മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചു. മുജാഹിദ് ബാലുശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറഞ്ഞാൽ ഫറൂഖിലുള്ളൊരു ഈ മാനസിക രോഗം ചികിത്സിക്കുന്ന ആളാണ്. അയാളെടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ ഇവിടെ നല്ലേ വരുന്നത് എന്തൊക്കെ ചോദിച്ചത്ര. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. അപ്പൊ വയറിന്റെ അസുഖമൊക്കെ മാറി, ഇത് മാറിയില്ല. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്നി കേസിന് സീഡി വെച്ചിട്ട് ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാൻ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്നിട്ടു എന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ അവൻ വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താന്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇതിനിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കേസറ്റിലാക്കിയാണ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫിൽ പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ എന്റെ ടേപ്പറിക്കാട്ട് സാധാ കാസറ്റാണ് എന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതി നിൽക്കാറ്. നല്ല ശേഷം എന്റെ ദേഹത്ത് കയറുന്ന എന്താ മൂപ്പരമേക്ക് ശേത്താൻ പഠിച്ചിട്ട് ഇവരിങ്ങനെ തടഞ്ഞിക്ക. ആ പിന്നെ അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഭയങ്കര ഒച്ച. ഞാനാകെ ബേജാറ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടിയും എണീറ്റ് പാടിന്റെ ടേപ്പ് കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞ് നല്ല ലാപ്ടോപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ അങ്ങനെ എന്നിട്ട് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഇറക്കുന്ന ഉണർന്ന മാതിരി എന്താടാ നീ കാണിച്ച്? അല്ല ഇത് കണ്ടതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദിന്റെ അവിടെ ഇരുത്തിയിട്ട് കാസറ്റ് കണ്ടോ നൂറിന് എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വഹാബികളുടെ സർവ ആളുകളും ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളായി നിഷേധിച്ചതിനെയും വിമർശിച്ചതിനെയും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മക്കാമിന്റെ കാര്യവും തദൈവ. നമ്മുടെ നാട്ടിൽ ഇവിടെ എതിർക്കപ്പെടുന്നുണ്ടെങ്കിലും ഇബ്നു തൈമിയയുടെ മക്കാമ് അവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുൽ അല മൗദൂദിന്റെ ഖബറിന്റെ അടുത്ത് പിരിവ് നടക്കുന്നുണ്ട്, പിരിവിന്റെ മേൽ തല്ലുകൂടുന്നുണ്ട്. മാത്രമല്ല ഇനി ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇനി ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ 9:45 സംശയങ്ങൾ ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മളെ ഒരിക്കൽ കസാലിന്റെ മുമ്പിലേക്ക് വരണം. നിങ്ങൾ ആരും വരാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പ്രസംഗിച്ചു പോയത്. ആരെങ്കിലും സംശയാർത്ഥത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. തീർന്നിട്ടില്ല, 1-2 വിഷയം കൂടി പറയാനുണ്ട്. ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി വന്നോളൂ, ഞങ്ങൾ നിങ്ങളൊന്നും വേദനിപ്പിക്കുകയൊന്നും ചെയ്യില്ല. വല്ല സംശയവും ഇത് സംബന്ധമായി ഉണ്ടെങ്കിൽ, ഖബർ കെട്ടൽ സംബന്ധമായി വല്ല സംശയം ഉണ്ടെങ്കിൽ പാനൂരിന്റെ അടുത്ത് ജാമിയ ജമാലിയുടെ ഒരു അഡ്മിഷൻ നോട്ടീസ് നിങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ടാ, കിട്ടിയിട്ടുണ്ടാ? ഇപ്പൊ വെക്കേഷൻ സമയമാണല്ലോ, പരീക്ഷ കഴിഞ്ഞാല് നമ്മളെ വിദ്യാർത്ഥികളൊക്കെ ഓരോ വഴിയിലേക്ക് തിരിഞ്ഞ് ഭാഗത്തേക്ക് പോകുന്നതിന് പകരം നമ്മളെ വിദ്യാർത്ഥികൾക്ക് ദീൻ പഠിപ്പിക്കാനുള്ള ഒരു അവസരം എന്ന നിലക്ക് ചപ്പാരപ്പടവ് ഇർഫാനി അറബിക് കോളേജിന്റെ ജൂനിയർ കോളേജായിട്ടുള്ള ഒരു സ്ഥാപനമാണ് പാനൂർ ജമാലിയ അറബിക് കോളേജ്. അതിന്റെ അഡ്മിഷനാണ്. അത് ഏപ്രിൽ 20 ഉള്ളിൽ അപേക്ഷ നൽകുന്നവർക്ക് അതിന് സീറ്റ് ലഭ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുജാഹിദുകളോ അല്ലെങ്കിൽ വല്ല ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മുടെ ശ്രോതാക്കൾക്കോ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? ഒരു എഴുത്ത് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ആരെങ്കിലും നേരിട്ട് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ വരണോ? നിങ്ങളല്ലേ പറഞ്ഞ് ഖബർ പൊളിക്കണം, ഷാഫി മദ്ഹബിലുണ്ട്, ഫത്തുൽ മീൻ ഉണ്ടെന്നൊക്കെ പറയണില്ലേ? ഫത്തുൽ മീൻ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ട് പൊളിക്കണം. എന്ത് പൊളിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? മഹാനായ മഖ്ദൂം തങ്ങളുടെ ഫത്ഹുൽ മുഈനിൽ വസിയത്തിന്റെ ബാബ് നിങ്ങൾ നോക്കൂ. മഹാനായ മഖ്ദൂം തങ്ങൾ വസിയത്തിന്റെ ബാബിൽ പറയുകയാണ്, ഖബറിന്റെ ഇമാറത്തിന് വേണ്ടി, പരിപാലനത്തിന് വേണ്ടി വസിയത്ത് ചെയ്യൽ ജായിദാണ്. സ്വാലിഹീങ്ങളുടെ ഖബർ കെട്ടൽ, സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുത്ത് കുബ്ബ നിർമ്മിക്കൽ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യൽ ജായിദാണെന്ന് മഹാനായ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ പറയുന്നു. അനുവദനീയമല്ലാത്തത് പൊളിക്കണം എന്നാണ് ബഹുദിമ വുജൂബൻ എന്ന് പറഞ്ഞത്. അതൊന്നും മനസ്സിലായിട്ടില്ല ഇവർക്ക്. നിങ്ങൾക്ക് വല്ല സംശയമുണ്ട് ഇങ്ങോട്ട് വരൂ. ഖബർ പൊളിക്കുന്നതിനെ സംബന്ധിച്ചാ പറയണത്. നിങ്ങൾ വിചാരിക്കണില്ല നമ്മൾ പേടിച്ചു എന്നൊക്കെ. നിങ്ങൾ വരൂ, ധൈര്യം ഇങ്ങോട്ട് വരൂ.
ആർക്കെങ്കിലും ചോദിക്കാനുണ്ട്? നിങ്ങൾ ഒരു വേദനിപ്പിക്കൂല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ്. ഖബർ കെട്ടുന്നതിനെ സംബന്ധിച്ച്, ഖബറിന്റെ അടുത്ത് പ്രവാചകന്മാരോട് സഹായം തേടുന്നതിനെ സംബന്ധിച്ച് വല്ല സംശയമുണ്ടോ? ഒരു ഹദീസ് കേട്ടോളൂ, നിങ്ങൾ കേട്ടോളൂ. വളരെ പ്രസിദ്ധമായ ഹദീസ്. അൻ ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ദരീറൽ ബസർ, കണ്ണ് കാണാത്തൊരു സഹാബി അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉദ്ഉല്ലാഹ ലീ അൻ യുആഫിയനി. നബിയേ, എനിക്ക് അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ദുആരക്കൂ. എന്റെ കണ്ണ് കാണുന്നില്ല, കണ്ണിന് കാഴ്ച തരുമോ? ഒന്ന് ദുആ ചെയ്യൂ. ഫഖാല, കേട്ടോളൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പറഞ്ഞു, ഇൻ ശിഅത അഖർതു ലക വഹുവ ഖൈർ. നിങ്ങൾ ദ്വാരക്കാണ്ടിക്കല, ഞാൻ ദ്വാരക്കാണ്ടിക്കല ഖൈർ. നിങ്ങൾക്ക് കണ്ണ് കാണാതിരുന്നാൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുത്ത് വലിയ കൂലി കിട്ടും. വൈൻ ശിഅത ദഅഉതു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ദ്വാരക്ക, നിങ്ങളുടെ രോഗം മാറും. ഫഖാല ഉദു, നബി എന്റെ കണ്ണിന് എനിക്ക് കാഴ്ച കിട്ടണം, നിങ്ങൾ ദ്വാരക്കണം. ഫഖാല, അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഫഅമറഹു, റസൂലുള്ള അദ്ദേഹത്തോട് കൽപ്പിച്ചു, യതവല്ല ഫയുസ്സിന വളുഅ, നന്നായി വൃത്തിയിൽ പരിപൂർണ സുന്നത്ത് പാലിച്ച് വുദൂ എടുത്ത് വരൂ. ഒരു സഹാബി, ആ സഹാബിനോട് വുദൂ ചെയ്തു വരാൻ. വയുസല്ലി റകഅത്തൈനി, എന്നിട്ട് വുദൂ ചെയ്തിട്ട് പോയി 2 റകഅത്ത് നിസ്കരിക്കുക. വയദഉ, എന്നിട്ട് വുദൂ ചെയ്ത് നിസ്കരിച്ചിട്ട് ദുആരക്കുക. ബിഹാദ ദുആ, ഈ ദുആ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ദുആ പഠിപ്പിക്കണം. കേട്ടോളൂ സഹോദരങ്ങളെ, വഹാബി സുഹൃത്തുക്കളെ കേട്ടോളൂ. ഒരു സഹാബി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സഹാബിക്ക് കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. വുദൂ ചെയ്യുക, എന്നിട്ട് പോയി 2 റകഅത്ത് നിസ്കരിക്കുക, എന്നിട്ട് ആ നിസ്കാര പടത്തിലിരുന്നിട്ട് പടച്ചവനോട് ദ്വാരക്കുക. എന്താ ദ്വാരക്കേണ്ടത്? ആ ദുആ റസൂലുള്ളാഹി പറയുന്നു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വഅതവജ്ജഹു ഇലൈക ബിമുഹമ്മദിൻ നബിയ്യിർ റഹ്മ, റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിനെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പറയാ. എന്നിട്ടോ രണ്ടാമത് പറയാ, യാ മുഹമ്മദ്, ഏ നബിയേ, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു നബിയേ എന്ന് പറയാം. എവിടെ? നബി മുമ്പിലുണ്ടോ? ഇല്ല. ഒറ്റക്ക് പോയി വുളൂ ചെയ്ത് ഒരു മൂലയിലിരുന്ന് നിസ്കരിച്ച്, ആ നിസ്കരിച്ചിട്ട് 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി പടച്ചവനോട് ദ്വാരക്ക, പടച്ചവനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ നബിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിന്റെ നബിന്റെ പുണ്യം കൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പിന്നെ നബിനെ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ. അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിക്കാം. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഉദ്ധരിച്ചു, അഊദു ബി റസൂലില്ലാഹ്, നബിനെക്കൊണ്ട് കാവലിനത്തോടുന്നു. ബഹുമാനപ്പെട്ട ഒരു സഹാബി വര്യൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ട് കാവലിനെ തേടി അഊദു ബില്ലാ എന്ന് പറഞ്ഞതുപോലെ അഊദു ബി റസൂലില്ലാഹ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു അഊദു ബില്ലാ, മറ്റൊരിക്കൽ അദ്ദേഹം അതേ സഹാബി പറഞ്ഞു അഊദു ബി റസൂലില്ലാഹ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എന്ന് നിങ്ങൾ കേട്ടോ, ആയിഷ ബീവി പറയുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. അത്തൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അള്ളാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു, അള്ളാഹുവിനോട് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, അള്ളാഹുവിനോട് ഞാൻ ദോഷം പൊറുക്കാൻ പറയുന്നു. വ ഇലാ റസൂലിഹി, നബിയിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു, നബിയിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു, നബിയിലേക്ക് ഞാനിതാ എന്റെ തെറ്റുകൾ പൊറുക്കാൻ ആവശ്യപ്പെടുന്നു. അത്തൂബു, ഞാൻ തൗബ ചെയ്യുന്നു, ഇലല്ലാ, അള്ളാഹുവിനോട്, വൈലാ റസൂലിഹി, നബിനോടും. അപ്പൊ നബിനോട് തൗബ ചെയ്യാൻ പറ്റുമോ? നബിനോട് ദോഷം പൊറുക്കാൻ പറ്റുമോ? നബിനോട് ദോഷം പൊറുക്കാൻ ചോദിക്കാൻ പറ്റുമോ? വഹാബികളെ, ഇത് ആയിഷ ബീവിയാ ചോദിച്ചത്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. ഞങ്ങളൊക്കെ മുശ്രിക്കാന്ന് പറയുന്ന ആയിഷ ബീവിനെ മുശ്രിക്കാക്കി. നിങ്ങൾ ആയിഷ ബീവിനെ മുശ്രിക്കാക്കോ, ഇമാം ബുഖാരിയെ മുശ്രിക്കാക്കൂ. തൗബ ചെയ്യാൻ, തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നത് ആയിഷ ബീവി, മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിനോട് റസൂലിനോട്, അള്ളാഹുവിനോട് റസൂലിനോടും. ആർക്കാണ് നിഷേധിക്കാൻ കഴിയ? ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. വിഷയങ്ങൾ മനസ്സിലാക്കണം, എന്തെങ്കിലും പറയരുത്. പിന്നെ പറയണ്ട അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ല പോരെ, അടിമക്ക് അല്ല പോരെ, അല്ല മതി അല്ലേ? പിന്നെന്തിനാ പെണ്ണുകെട്ടിണത്? അല്ല പോരെ? എന്തിനാ പെണ്ണുകെട്ടിനവന്? അല്ല പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലക്ക് അടിമ പോരെ, അള്ളാഹുവിന് അടിമക്ക് അള്ളാഹു പോരെ?
പിന്നെന്തിനാ ഔലിയാക്കള്? എന്തിനാണ് ഔലിയാക്കൾ? എന്തിനാണ് നബിമാര്? അള്ളാഹു പോരെ അടിമക്ക്? പിന്നെന്തിനാ വഹാബി പെണ്ണ് കെട്ടിയത് നീ? പിന്നെന്തിനാ വഹാബി ചോറ് തിന്നണത്? അല്ല പോരെ? എന്തിനാ വെള്ളം കുടിക്കുന്നത്? അള്ളാഹു പോരെ? എന്തിനാണത്? എന്ത് വിവരം കെട്ട ചോദ്യമാണ്. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? അള്ളാഹു പോരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങൾ വേണോ എന്ന്? ഏക ഇലാഹായ അള്ളാഹു മതി ഇലാഹായിട്ട്. ആ അള്ളാഹുവിന്റെ അടിമയായ റസൂലായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ തള്ളണമെന്നല്ല പറഞ്ഞത്. ആ ഹദീസും ആയത്തൊക്കെ പഠിച്ച ആയിഷ ബീബി പറയുന്നു, അത്തൂബു ഇലല്ലാഹ് വഇലാ റസൂലിഹി, റസൂലുള്ളാഹിനോട് ഞാൻ തൗബ ചെയ്യുന്നു, ദോഷത്തെ തൊട്ട് തൗബ ചെയ്യുന്നു. ആ ഹദീസ് പഠിച്ച, ആ ആയത്ത് പഠിച്ച സഹാബി ബഹുമാനപ്പെട്ട നബിയോട് പറയുന്നു, അഊദു ബി റസൂലില്ലാഹ്, റസൂലുള്ളാഹിനോട് ഞാൻ കാവലിനെ തേടുന്നു. നിങ്ങൾ അറിയോ? ആ ആയത്ത് പഠിച്ച സഹാബി പറയുന്നു, യാ മുഹമ്മദ്, നബിയേ എന്റെ പ്രശ്നം പരിഹരിച്ചു തരണം, എന്റെ കണ്ണിന് കാഴ്ച തരണം നബിയോട്. ഇത് സഹാബികൾ പറയാ. സഹാബികൾക്കൊന്നും ഇവിടെ പഴിച്ചിട്ടില്ലേ? സഹാബികൾക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ലേ? നിങ്ങൾക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എന്നാണോ? എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നത്, എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. ഇനി ഇവിടെ ഇറക്കിയ ഒരു നോട്ടീസ് ഉണ്ട്, ഒരു ശുദ്രകൃതി. എന്താണ് ആ കടലാസിലുള്ളതെന്നറിയുമോ? നിങ്ങൾ കടലാസ് കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കാകുമെന്ന് ഞങ്ങൾക്കറിയാം. വാറോലകൾ കൊണ്ട്, കീറക്കടലാസുകൾ കൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തിരുവറി നടത്തുമെങ്കിൽ ആ നോട്ടീസിലുള്ളത് എന്താണെന്നറിയോ? അതിൽ ഉദ്ധരിക്കപ്പെട്ട ആയത്തുകളും പരിശുദ്ധമായ മുത്തുമോമിനീകൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നടത്തുന്ന തവസ്സുലുകളും ഇസ്തിഗാസയുമായി എന്ത് ബന്ധമാണ് അതിലുള്ളത്? മക്കത്തെ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ആചാരങ്ങളുണ്ട്. എന്താണത്? അവർ ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവങ്ങളൊക്കെ വിളിച്ചിങ്ങനെ ആരാധിക്കും. അവരോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങളത് ചെയ്യരുത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ ഉപ്പാപ്പമാരൊക്കെ അത് ചെയ്തിരുന്നു. അള്ളാഹു തിരിച്ചു ചോദിച്ചു, അവലൗകാന ആബാഉഹും ലാ യഖലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ ബാപ്പമാരും ഉമ്മമാരും അവർ ചിന്തയും ബുദ്ധിയുമില്ലാത്ത ആളുകളാണെങ്കിൽ അവരെയാണോ ഈ വിഗ്രഹാരാധനയിൽ നിങ്ങൾ പിൻപറ്റുന്നത്? അവരെയാണോ നിങ്ങൾ പരദൈവ വിശ്വാസത്തിൽ പിൻപറ്റുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആ ആയത്ത് നമ്മളോട് വന്ന് ചോദിക്കും, അത് നമ്മളായിട്ട് എന്ത് ബന്ധമുള്ളത്? അവരുടെ ബാപ്പമാർ ബുദ്ധിയും ചിന്തയും ഇല്ലാത്ത ആളുകളാണ്. നമ്മുടെ പിതാമഹന്മാരെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഇമാം ഷാഫിയാണെന്ന് അവർക്ക് ബുദ്ധിയും ചിന്തയില്ലേ? ഇമാം അബൂ ഹനീഫയാണ്, സഹാബികളാണ്, ബഹുമാനപ്പെട്ട ആയിഷ ബീവിയാണ്, ബഹുമാനപ്പെട്ട ഇമാമുകളാണ്, ഇമാം ഗസാലിയാണ്, ഇമാമുകളാണ്. അവർ ബുദ്ധിയും ചിന്തയില്ലേ? അപ്പൊ അവരുടെ ബാപ്പമാർ ബുദ്ധിയും ചിന്തയും ഉള്ളവരാണെങ്കിലോ, ബുദ്ധിയും ചിന്തയും ഇല്ലാത്തവരാണെങ്കിലോ എന്ന് ഖുർആൻ ചോദിച്ചിട്ട് നേരെ എതിരാണ്. ബുദ്ധിയും ചിന്തയും ഉള്ളവരാണെങ്കിലോ അവരെ പിൻപറ്റണം, ബുദ്ധിയും ചിന്തയും ഇല്ലാത്തവരാണെങ്കിൽ അവരെ പിൻപറ്റരുത് എന്ന് പറഞ്ഞ ആയത്തിന്റെ ധ്വനി ഞങ്ങൾക്ക് അനുകൂലമാണ്. എന്താണത്? അവരുടെ പിതാമഹന്മാർ ബുദ്ധിയും ചിന്തയും ഉള്ളവരാണെങ്കിൽ അവരെ പിൻപറ്റണം. നമ്മുടെ ഇമാമുമാർ ബുദ്ധിയും ചിന്തയും ഉള്ളവരാണ്. നമ്മുടെ ഇമാമുമാർ ബുദ്ധിയും ചിന്തയും ഉള്ളവരാണ്. നമ്മുടെ ഇമാമുമാർ നരകവാസികളാണെന്ന് പറയാൻ ഏത് വഹാബിക്കാ ധൈര്യമുള്ളത്? ആ ഇമാമുകളുടെ പിറകിലാണ് ഞങ്ങൾ. അവർ ബുദ്ധിയും ചിന്തയും ഉള്ളവരായതുകൊണ്ട് അവരെ പിൻപറ്റണം. അത് ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ്. من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അവരെ പിൻപറ്റുന്ന അവരെ പിൻപറ്റുന്നവർ, സഹാബത്തിനെ പിൻപറ്റുന്നവർ താബീങ്ങൾ, അവരെ പിൻപറ്റുന്നവർ താബീങ്ങൾ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഈ പിൻപറ്റൽ അത് പിൻപറ്റപ്പെടേണ്ടവരാണ്, അനുകരിക്കപ്പെടേണ്ടവരാണെന്ന് പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിനെയാണോ നിങ്ങൾ തള്ളുന്നത്? ഇതാണോ മക്കത്തെ മുശ്രിക്കുകളുടെ ആയത്തുമായി നിങ്ങൾ തുലനപ്പെടുത്തുന്നത്? എന്തൊരു വ്യത്യാസമുണ്ട് ഇതിൽ, എത്ര വ്യത്യാസങ്ങളുണ്ട് എന്ന് ഞാൻ വീണ്ടും വഹാബികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതിൽ ഒരു മഴനയില്ല. നിങ്ങൾ പറയുന്നതൊക്കെ മക്കത്തെ മുശ്രിക്കുകളെ പറ്റിയാ പറയണത്, ബിംബാരാധകരായ ആളുകളെ പറ്റിയാ പറയണത്. മുസ്ലിമീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ മഹാന്മാരെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആയത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കഴിയോ? മക്കത്തെ മുശ്രിക്കുകൾ ആയത്ത് വിട്. ഒരു വലിയനെ വിളിച്ച് സഹായം തേടാൻ പാടില്ല, ഒരു സഹാബിനെ വിളിച്ച് സഹായം തേടാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കാണിക്കാൻ കഴിയോ? ഇപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, മരിച്ചാ പിന്നെ മണ്ണായില്ലേ, മണ്ണായ പിന്നെ മണ്ണിനോടാണോ ചോദിക്കണത് എന്ന്. മരിച്ചാൽ കേൾക്കൂല എന്നാണോ ഇസ്ലാമിക വിശ്വാസം? മരിച്ചാൽ കേൾക്കൂല എന്നാണോ? അല്ല, മരിച്ചാൽ കേൾക്കുമെന്നാണ് ഇസ്ലാമിക വിശ്വാസം. പരസ്യതം ഹദീസ് തെളിവാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ വുദിഅൽ മയ്യിത്തു ഫീ ഖബരിഹി,
ഒരു മയ്യത്ത് ഖബറിൽ വെച്ചു, ആളുകൾ അതിനെ മറവ് ചെയ്ത് അവർ തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ആളുകൾ ചെരിപ്പടി വെച്ച് തിരിച്ചു പോകുന്ന ചെരിപ്പടി ശബ്ദം വരെ മയ്യത്ത് കേൾക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവരുടെ ചെരിപ്പടി പോലും കേൾക്കും. മുഅ്മിനായ മനുഷ്യൻ മാത്രമല്ല, കാഫിറും മരിച്ചാൽ കേൾക്കും. അള്ളാഹുവിന്റെ റസൂൽ ഖബറാളികളോട് ഖബറിന്റെ അടുത്ത് പോയിട്ട്, എവിടെയാണെന്നറിയോ? ബദറിലാണ് സംഭവം. 70 ബമ്പന്മാര് കൊല്ലപ്പെട്ടു. അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന 70 ബമ്പന്മാര് കൊല്ലപ്പെടുകയും ആ ശവങ്ങളെ ബദറിലുള്ള കുഴിയിൽ വലിച്ചിടുകയും ചെയ്തപ്പോൾ ആ കുഴിന്റെ അടുത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് സംസാരിച്ചു, ശവങ്ങളോട് സംസാരിച്ചു. ബർസഖിലുള്ള ജീവങ്ങളോട് ഈ ജീവികളോട് സംസാരിച്ചു. അഥവാ അബൂജഹൽ അടങ്ങമുള്ള ബർസഖിന്റെ അഥവാ ഖബറിന്റെ മരണാനന്തര ലോകത്തുള്ള ആളുകളോട് റസൂലുള്ളാഹി സംസാരിച്ചു. എന്താ സംസാരിച്ചത്? അബൂജഹലെ, ഉത്ബത്തെ, ശൈബത്തെ, വലീദെ, എങ്ങനെയുണ്ടിപ്പോ? നിങ്ങളല്ലേ വലിയ ആളുകളാ, നിങ്ങളെ ദൈവത്തിന്റെ ആളുകളാ, നിങ്ങളെ ദൈവം രക്ഷപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞത്. ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖ, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തിയോ? ഫഖദ് വജത്തു മാ വഅദനില്ലാഹു ഹഖ്ഖ, അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജയിച്ചടക്കുമെന്ന്, ഞാൻ നിങ്ങളെ ജയിച്ചടക്കിയില്ലേ എന്ന് ഈ ശവങ്ങളോട് സംസാരിച്ചു മുഹമ്മദ് മുസ്തഫ. ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. ബുഖാരി, സഹീഹുൽ ബുഖാരി പഠിച്ചോളൂ. ഇത് കേട്ടപ്പോഴേ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംശയം, പഠിച്ചോനെ ഈ മയ്യത്തുകൾ കേൾക്കുവോ? വഹാബികളെ നിങ്ങൾ വരൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി. അതുകൊണ്ട് മുമ്പ് അന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ട്. എന്താ ചോദ്യം? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ, മാ തുകല്ലിമു മിൻ അജ്സാദിൻ ലാ അർവാഹ ലഹാ, ആത്മാക്കളില്ലാത്ത ഡെഡ് ബോഡികളോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് നബിയേ? അത് കേൾക്കുമോ? റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടി ബുഖാരി പറയാൻ, ഉമറേ, മാ അൻതും ബി അസ്മാ മിൻഹും, നിങ്ങളെക്കാളും അവർ കേൾക്കും മുഹമ്മദ് മുസ്തഫ, നിങ്ങളെക്കാളും ശവങ്ങൾ കേൾക്കും. ശവങ്ങൾ കേൾക്കും. അബൂജഹലിന്റെ ശവം കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂമിനീങ്ങളെ മയ്യത്ത് എന്തായാലും കേൾക്കും. പക്ഷെ അവർക്ക് ഉത്തരം നൽകാൻ കഴിയൂല. അവർക്ക് ഉത്തരം കഴിയാനോ തിരിച്ചു സംസാരിക്കാനോ തിരിച്ചു പ്രതിഫലം ചെയ്യാനോ കഴിയൂല. അതാണ് അല്ലാഹു പറഞ്ഞ സുമ്മുൻ ബുകുമുൻ ഉമ്യുൻ ഇന്നക ലാ തുസ്മിഉൽ മൗതാ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന് പറഞ്ഞത് അതാണ്. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അതാണ് വഹാബികൾക്ക് തിരിയാത്തത്. മൗതാ എന്ന് പറഞ്ഞാൽ, മൗത്ത എന്ന് പറഞ്ഞാൽ ഹൃദയം ചത്ത ആളുകൾ എന്നാണ് ആയത്തിന്റെ മുറാദ്. ഹൃദയം ചത്ത ആള് എന്നാണ്. ഇന്നക ലാ തുസ്മിഉൽ മൗത, ഹൃദയം ചത്ത ആളുകൾ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ. കേൾക്കൂ നിങ്ങൾ, അൽ ബഖറയിൽ തന്നെ കാണാം, സുമ്മുൻ ബുകുമുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ, സുമ്മുൻ ബുകുമുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. അബൂജഹലിനെ പറ്റിയും ഉത്ബത്തിനെ പറ്റിയും ശൈബത്തിനെ പറ്റിയും വലീദിനെ പറ്റിയും ശത്രുക്കളെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സുമ്മുൻ ബുകുമുൻ ഉമ്യുൻ. അവർ കണ്ണ് കാണൂല, അവർക്ക് സംസാരിക്കാൻ കഴിയൂല, മാത്രമല്ല അവർക്ക് ചെവിട് കേൾക്കൂല. അബൂജഹലിന് ചെവിട് കേൾക്കൂലേ എന്ന് പറഞ്ഞാൽ സത്യം അവർ കേൾക്കുന്നില്ല, അവർ ഉൾക്കൊള്ളുന്നില്ല. സത്യം അവർ കണ്ട് അത് ഉൾക്കൊള്ളുന്നില്ല, സത്യം അത് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നില്ല. എന്നതുപോലെ ലാ തുസ്മിഉൽ മൗത, ഹൃദയം ചത്ത ആളുകളെ കേൾപ്പിക്കൂല, അവർക്ക് കേട്ടിട്ട് ഫലമില്ല എന്നർത്ഥം. ഈ അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ. ഈ അർത്ഥമാണ് വിശുദ്ധ ഖുർആൻ അവിടെ പ്രഖ്യാപിച്ചത്. അള്ളാഹുവിന്റെ ഖുർആൻ നോക്കൂ നിങ്ങൾ, സുമ്മുൻ ബുകുമുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. മാത്രമല്ല ഇന്നക ലാ തുസ്മിഉൽ മൗത, സൂറത്തുർ റൂം, സൂറത്തുർ റൂമിൽ അല്ലാഹു തആല പറഞ്ഞതാണ്, ഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയേ ഹൃദയം ചത്ത ആളുകളെ കേൾപ്പിക്കൂല. എന്താ ഹൃദയം ചത്ത ആളുകളെ കേൾപ്പിക്കൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഹൃദയം ചത്ത ആളുകൾ അവർ മരിച്ചവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഹൃദയം ചത്തതുകൊണ്ട്, അവരുടെ ഹൃദയം മരിച്ചുപോയതുകൊണ്ട് അവരെ കേട്ടാൽ ഉപകാരമില്ലാത്തവരാണ്. വിശുദ്ധ ഖുർആനിൽ ആ ആയത്ത് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു തആല തൊട്ടടുത്ത് പറയുന്നുണ്ട്, ഇന്നമാ തുസ്മിഉ ആയാതിനാ
തീർച്ചയായിട്ടും നബിയേ, നിങ്ങൾ എന്റെ ആയത്തുകൾ കേൾക്കുന്നത് ആരെയാണെന്നറിയുമോ നബിയേ? അവർ മുഅ്മിനീങ്ങളെയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ വല്ലൂ മുദ്ബിരീൻ വമാ അൻത ബിആഹാദിൽ ഉമ്മി അൻ ളലാലതിഹിം ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ. സൂറത്തുർ റൂം 52-53 വളരെ കൃത്യമാണ്. നിങ്ങൾ ചത്ത ആളുകളെ കേൾപ്പിക്കൂല, ഹൃദയം ചത്ത ആളുകളെ. പിന്നെ ആരെ കേൾപ്പിക്കും? ഇൻ തുസ്മിഉ, നിങ്ങൾ കേൾപ്പിക്കും. ഇല്ലാ മൻ യുഅ്മിനു ബിആയാതിനാ, എന്റെ മുഅ്മിനീങ്ങളെ കേൾപ്പിക്കും. മുഅ്മിനീങ്ങളെ കേൾപ്പിക്കും, കാഫിരീങ്ങളെ കേൾപ്പിക്കൂല. കാഫിരീങ്ങൾ ഹൃദയം ചത്തവരാണ്. അല്ലാതെ കബറാളി കേൾക്കൂല എന്നല്ല വിഷയം. കബറാളിനെ പറ്റി പറഞ്ഞ വിഷയം അല്ലാതെ കൂട്ടരെ, നിങ്ങൾക്ക് എന്തറിയാം? അത് കബറാളികളെ പറ്റി പറഞ്ഞതല്ല. സൂറത്തു റൂമിന്റെ പരിശുദ്ധമായ 52-53 വചനം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് കബറാളിനെ പറ്റി എല്ലാ ആയത്തിന്റെ പരാമർശം. ഇനി മഹാന്മാർ കബറിന്ന് കേൾക്കുവോ? മഹാന്മാർ കബറിന്ന് കേൾക്കും. അത് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന മഹത്വമാണ്. അത് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന മഹത്വമാണ്. അവർ ഖബറിൽ നിസ്കരിക്കും, അവർ ഖബറിൽ എഴുന്നേറ്റ് പോയി ഹജ്ജ് ചെയ്യും, അവർ ഖബറിൽ എഴുന്നേറ്റ് പോയി ലോകം സഞ്ചരിക്കും. ഇതാരാ പറഞ്ഞത്? ഒരു സലീം ഫൈസി പറയുന്നതല്ല, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. കേട്ടോളൂ ഹദീസുകൾ, കോട്ടക്കണക്കിന് ഹദീസുകൾ. ഖബറാളികൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ മൂസാ നബിയെ കണ്ടു. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിനെ എങ്ങനെ റസൂലുള്ളാഹി കാണുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മൂസാ നബിനെ റസൂലുള്ളാഹിക്ക് കാണാൻ കഴിയോ? റസൂലുള്ളാഹിന്റെ എത്ര കാലം മുമ്പ്? റസൂലുള്ളാഹിന്റെ എത്ര കാലം മുമ്പ് വഫാത്തായി പോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസാ നബിനെ ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ കണ്ടേ? മൂസാ നബിനെ ഖബറിന്ന് കണ്ടു. റഅയ്തു മൂസാ ഫീ ഖബരി, മൂസാ നബിനെ ഞാൻ ഖബറിന്ന് കണ്ടു. എന്താ മൂപ്പർക്ക് ഖബറിൽ പണി? വഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, ഖബറിന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നു. ഇത് ഇമാം ബുഖാരി നിരീശ്വരവാദികളെ, ബുദ്ധിവാദികളെ, ബുദ്ധി വെച്ചുകൊണ്ട് പ്രമാണത്തെ തള്ളുന്ന സക്കരിയ സലാഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഖ്ലാനി മദ്ഹബുകാരെ, നിങ്ങൾ ബുദ്ധി കൊണ്ടാണോ ഇസ്ലാമിനെ നേരിടുന്നത്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മൂസാ നബിനെ ഞാൻ കണ്ടു. വഹുവ ഖായിമുൻ, മൂസാ നബി നിന്നിട്ടുണ്ട്. യുസല്ലി, നിസ്കരിക്കുകയാണ്. ഫീ ഖബരി, ഖബറില്. നിഷേധിക്കാൻ കഴിയോ? ബുഖാരി ഇങ്ങോട്ട് നിങ്ങൾ വരി. അതാ ഞങ്ങൾ ഒളിച്ചിട്ട് ഒറ്റക്ക് വയന്ന് പറഞ്ഞു പോക്കുന്ന പരിപാടിയല്ല ഇത്. നിങ്ങൾ പറയും ഞങ്ങൾ മുഖാമുഖത്തിനൊന്നുമില്ല, നാളെ ഒറ്റക്ക് വരും, നാളെ ഞങ്ങൾ വയന്ന് പറഞ്ഞു പോയിക്കോളാം. അത് വേണ്ട, ആ പരിപാടി ഇവിടെ വേണ്ട. നിങ്ങൾ വരൂ, ബുഖാരി പരിശോധിക്കാൻ ഇല്ലെന്ന് നോക്കുക. എന്ന് നിങ്ങൾ നോക്കൂ, മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റഅയ്തു മൂസാ ലൈലതൻ ഉസ്രിയ ബിഹാ, ഉസ്രിയ ബി, എന്നെ ഇസ്റാ നടത്തപ്പെട്ട രാത്രിയിൽ ഞാൻ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. ലേറ്റഡ് വഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബരിഹി, ഖബറിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവர்கள் പറയുന്നു, റഅയ്തു ഈസാ, ഈസാ നബിനെ ഞാൻ കണ്ടു. ഈസാ നബി നോക്കുമ്പോ ഫൈദൻ അഖറബ മൻ റഅയ്തു ബിഹി ശബഹൻ ഉർവത്ത് ബിൻ മസ്ഊദ്, ഉർവത്ത് ബിൻ മസ്ഊദ് എന്ന സഹാബിന്റെ അതേ രൂപമാണ് ഈസാ നബിക്ക്. ഈസാ നബിനെ ഞാൻ കണ്ടു. വറഅയ്തു ഇബ്രാഹിമ, ഇബ്രാഹിം നബിനെ ഞാൻ കണ്ടു. ഇബ്രാഹിം നബി നോക്കുമ്പോൾ ഫൈദൻ അഖറബ മൻ റഅയ്തു ബിഹി ശബഹൻ സാഹിബുക്കും യഅനി നഫ്സഹു, ഇബ്രാഹിം നബിനെ നോക്കുമ്പോൾ ഇബ്രാഹിം നബി എന്റെ അതേ രൂപമാണ്. മുഹമ്മദ് മുസ്തഫ റൂഹ് കണ്ടെന്നൊന്നുമല്ല, അല്ലെങ്കിൽ സ്വപ്നം കണ്ടെന്നൊന്നുമല്ല, ബോഡിയോടെ ശരീരത്തോടെ കണ്ടു. റഅയ്തു മൂസ, മൂസാന്റെ റൂഹ് കണ്ടു എന്നല്ല, റൂഹ മൂസ എന്നല്ല, മൂസാ നബിനെ കണ്ടു. റഅയ്തു ഈസ, ഈസാ നബിനെ ഞാൻ കണ്ടു. റഅയ്തു ഇബ്രാഹിമ, ഇബ്രാഹിം നബിനെ കണ്ടു. ഇനി നിങ്ങൾ നോക്കുക, ഹജ്ജിന് പോയപ്പോൾ റസൂൽ ഇവരൊക്കെ കണ്ടു. അവരൊക്കെ ഇങ്ങനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് തൽബിയത്തും ചൊല്ലി ഹജ്ജിന് നടക്കുകയാണ്. മക്കത്ത് വെച്ച് ഞാൻ അവരെ കണ്ടു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യട്ടെ, മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാണ്, ഹാബിതം മിനസ്സനിയ വലഹു ജുആറുൻ ഇലല്ലാഹി ബിത്തൽബിയ, മൂസാ നബി ഞാൻ മക്കത്ത് കണ്ടപ്പോൾ മൂപ്പർ ഇങ്ങനെ ഒച്ചത്തിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലബ്ബക ലബ്ബൈക് എന്ന് തൽബിയത്ത് ചൊല്ലി പോകുന്ന അദ്ദേഹം ഒരു കുന്നിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന രംഗത്ത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. ഈസാ നബിനെ കണ്ടത് മക്കത്ത്,
ഇബ്രാഹിം നബിയെ കണ്ടു മക്കത്ത്, ആകാശത്ത് കണ്ടത് വേറെയുണ്ട്, ഖബറിൽ കണ്ടത് വേറെയുണ്ട്. അവർ ബർസഖിയായ ലോകത്ത് അവർ സഞ്ചരിക്കും. അവർ റൂഹ് കൊണ്ടും അവരുടെ തടി കൊണ്ട് സഞ്ചരിക്കും. വെറും ബുദ്ധി കൊണ്ട് മാത്രം അളക്കേണ്ടതല്ല. ഇത് ഇസ്ലാമിന്റെ പ്രമാണം അങ്ങനെയാ. ഇനി നിങ്ങൾ കേട്ടോളൂ, മരിച്ചാക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയോ? മരിച്ചാക്ക് നിസ്കരിക്കാൻ കഴിയോ? ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണ്ട. ഇമാമിങ്ങൾ ചോദിച്ചപ്പോൾ ഇമാമിങ്ങൾ അതിന് മറുപടി പറയുന്നു. ഫഇൻ ഖീല, ആരെങ്കിലും ചോദിക്കുന്നു, കൈഫ യഹജ്ജൂന, മരിച്ച അമ്പിയാക്കൾ എങ്ങനെയാ ഹജ്ജ് ചെയ്യുക? വയുലബ്ബൂന, മരിച്ചതിന് ശേഷം പിന്നെ എങ്ങനെ അവർ തൽബിയത്ത് ഇല്ല? വഹും അംവാത്തുൻ, അവർ മരിച്ചവരല്ലേ? വഹും ഫിദ്ദാരിൽ ആഖിറ, അവർ പരലോകത്തെത്തിയില്ലേ? വലൈസ ദാറ അമലിൻ, പരലോകം അമൽ ചെയ്യേണ്ട ലോകമല്ലല്ലോ, ദുനിയാവല്ലേ അമൽ ചെയ്യേണ്ട ലോകം. ഫഅലം, അറിഞ്ഞോളൂടോ മറുപടി, കേട്ടോളൂ വഹാബി മറുപടി. അന്നലിൽ മശായിഖിയോ ഫീമാ ലഹറ ലനാ അൻ ഹാദാ അജ്വിബത്തുൻ, ഇതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്, ഒരുപാട് ഉത്തരം. ആ ഉത്തരങ്ങളിൽ ഒന്ന് അന്നഹും കശുഹദായി, ഒന്നാമത്തെ ഉത്തരം അവർ ശുഹദാക്കളെ പോലെയാണ്. ബൽഹും അഫ്ളലു മിൻഹും, അമ്പിയാക്കളും മഹാന്മാരൊക്കെ ശുഹദാക്കളെക്കാളും മേലെയാ. എന്താ ശുഹദാക്കളുടെ അവസ്ഥ? വശുഹദാഉ വഹിയാഉ വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ, ശുഹദാ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വഹും അഹ്യാഉ, അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫലാ യബ്ഉദു, വിദൂരമല്ല, അൻ യഹുജ്ജു, അമ്പിയാക്കളും മഹാന്മാരും ഹജ്ജ് ചെയ്യല്, വയുസല്ലു, അവർ നിസ്കരിക്കൽ മരണപ്പെട്ടതിനു ശേഷം, വയതഖറബു ഇലല്ലാഹ്, മരിച്ചതിന് ശേഷം പിന്നെയും ഖുർആൻ ഓതലും നിസ്കരിക്കലും അവർക്ക് വിദൂരമല്ല എന്ന് ഈ ചോദ്യത്തിന് മറുപടിയായി മഹാനായ മുഹീസുന്ന ഇമാം നവവി അവിടുത്തെ ശറഹ് മുസ്ലിമിൽ പറയുകയാണ്. വഹാബികളെ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഒറ്റക്ക് വന്ന് പറഞ്ഞു പോണ്ട. അതിന് ഞങ്ങൾ വിടൂല, തെയ്യിലും വിടൂല, സിറ്റിയിലും വിടൂല. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഒറ്റക്ക് പറഞ്ഞു പോകുന്ന പരിപാടി വേണ്ട. ഒന്നുകിൽ ഞങ്ങളെ വിളിച്ച് മുഖാമുഖം നടത്തുക, അല്ലെങ്കിൽ ഞങ്ങളെ മുഖാമുഖത്തിൽ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ സംവാദം വെച്ചോളൂ. എന്ത് വിഷയം വേണ്ട പറഞ്ഞോളൂ. വ്യവസ്ഥക്ക് വന്നിട്ട് കച്ചറോട്ടാന്ന് നോക്കണ്ട, ഇപ്പം തന്നെ പറയാം വിഷയം. അപ്പോൾ ഞാൻ ചുരുക്കുകയാണ്, സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ചെറിയൊരു ദിക്ർ നടത്തിയൊരു ഒരുപാട് ആളുകളുള്ള മജ്ലിസാണ്, ഒരുപാട് മുഅ്മിനീങ്ങളും മഹാന്മാരൊക്കെ ഉണ്ട്. ചെറിയ ഒരു ദിക്ർ നടത്തിയിട്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. 2 ചെറിയ ചോദ്യങ്ങൾ എഴുതി വന്നിട്ടുണ്ട്. നേരിട്ടുള്ള ചോദ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എഴുതിയ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നു. ഒന്ന്, ചെറിയൊരു 11 ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ. ആ ദിക്റിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അത് ചൊല്ലി നമ്മളെ മരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങളുടെ സദസ്സ. രണ്ടാമത്തത് ഒരു 3 സ്വലാത്ത്. ആ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ മദീനയിൽ എത്തിച്ചു തരുമാറാവട്ടെ. ആരും പോവരുത്, ആരും എണീച്ചു പോകരുത്. ഈ നല്ല സമയത്തെ ഒരുപാട് സുന്നത്യമായത്തിന്റെ ആദർശങ്ങൾ പറഞ്ഞ് സദസ്സിന് ആരും പോവരുത്. 2 ചോദ്യം, ചെറിയ ലളിതമായ ചോദ്യം. ഒന്ന്, സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവർ മരണപ്പെട്ടാൽ സുന്നത്ത് ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ മറവിന് പറ്റുമോ? ഞങ്ങളോടുള്ള ചോദ്യത്തിന് വളരെ കൃത്യമാണ് ഉത്തരം. സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ അവൻ മുബ്തദിയാണ്, കാഫിറൊന്നുമല്ലല്ലോ. വഹാബി കാഫിറൊന്നുമല്ല, ജമാഅത്ത് ഇസ്ലാമി കാഫിറൊന്നുമല്ല. കാഫിറല്ലാത്ത ഒരാൾ മരിച്ചാൽ നമ്മുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യുക, മുസ്ലിമീങ്ങളാണ്. ഈ ചോദ്യം വഹാബികളോട് ചോദിക്കണം നിങ്ങൾ. ഞങ്ങൾ മുശ്രിക്കാന്നാണ് അവർ പറയുന്നത്. മുശ്രിക്കിനെ ബാലനെയും രാമനെയും കോമനെയും ഖബർസ്ഥാനിൽ വെക്കാൻ പറ്റില്ലല്ലോ എന്നതുപോലെ നമ്മളെ വെക്കാൻ പറ്റുമെന്ന് അവർ മറുപടി പറയണം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏത് സഹാബിയുടെ ഖബറാണ് കെട്ടിപ്പൊക്കിയത്? ആനച്ചോദ്യം. ഇങ്ങോട്ട് വാ, ധൈര്യം ഉണ്ടെങ്കിൽ. തെളിവുദ്ധരിക്കുന്ന ഹദീസാണ് വേണ്ടത്. ഹദീസ് തന്നെയാ പറഞ്ഞുതരാം, പറയാൻ പോണ. പിന്നെ നബിക്ക് ശേഷവും അറിയപ്പെടുന്ന ധാരാളം സഹാബികൾ ഉണ്ടായിരുന്നു. ആരുടെ ഖബറാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്? സഹാബികളുടെ പേരടക്കം തെളിവുകൾ ഉദ്ധരിക്കുക. 300 കൊല്ലത്തോളം സൗദി അറേബ്യ തുർക്കിയിൽ ഭരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഖബറിന്മേൽ കുബ്ബകൾ പണിതിരുന്നത് എന്ന് കേൾക്കുന്നു. അബ്ദുൽ അസീസ് ബിൻ അബ്ദുൽ സഊദ് ഭരണം തിരിച്ചുപിടിച്ചപ്പോൾ ആണ് കുബ്ബകൾ തകർത്തത് എന്ന് പറയുന്നു എന്ന് കുഞ്ഞു മുഹമ്മദ് കൊടപ്പറമ്പ. ആയിക്കോട്ടെ. ഒന്നാമത്തത്, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലത്ത് ഏത് സഹാബിന്റെ ഖബറാ കെട്ടിപ്പൊക്കിയത്? ഇല്ലേ? ഒന്ന്, മഹാനായ ഉസ്മാൻ ഇബ്നു മഅ്ലൂൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കാലത്ത് വഫാത്തായി പോയ സഹാബിയ. മൂപ്പരുടെ ഖബറിന്റെ തഅലിയത്ത്, അതിന്റെ ഉയർച്ചയെ സംബന്ധിച്ച് ഇമാം ബുഖാരിയുടെ ഹദീസിന് വ്യാഖ്യാനമായി ഹാഫിദ് ഇബ്നു അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം എന്നവരുടെ മേൽ ഖബറുണ്ട്, ആ ഖബറിന്റെ മേൽ ഖുബ്ബയുണ്ട് എന്ന് ഇമാം ഇബ്നു ഖല്ലിക്കാൻ തന്റെ വഫയാത്തുൽ അയ്യാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവിന്റെ മേലുള്ള ഖബറിന്റെ ഖുബ്ബ വഹാബികളാണ് പൊളിച്ചത് എന്ന് വഹാബി കൃതിയിൽ കുട്ടശ്ശേരി എഴുതിയത് മിഞ്ഞാന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്?
ഇനിയും കേൾക്കണോ? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ശറഹുൽ ഇലാഹ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഹജ്ജിന് പോയാൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന, അതിന്റെ അവസാനം മദീനത്ത് പോയാൽ സിയാറത്ത് പഠിപ്പിക്കുന്ന, ആ ജന്നത്തുൽ ബഖീ ഇങ്ങനെ വർണ്ണിക്കുന്ന ഭാഗത്ത് ബഖീന്റെ ഉള്ളിലുള്ള ഖബറിന്റെ മേലുള്ള കുബ്ബകൾ ഏതൊക്കെയായിരുന്നോ എന്ന് ഓരോന്ന് എണ്ണി എണ്ണി പറയുന്നുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കൂ. എന്നാൽ ഞമ്മക്കെതിരെ മാത്രം ഫത്രുമീൻ കൊടുത്ത് നടക്കണ്ട. അത് കുറച്ചാലത് വായിച്ചു നോക്കും, എന്നാൽ തിരിയും. രണ്ടാമത്തത്, ആലു സഊദിന്റെ ഭരണത്തിൽ ഖബർ പൊളിച്ചു. അതെ, ആലു സഊദിന്റെ ഭരണത്തിൽ ഖബർ പൊളിച്ചു എന്നുള്ളതിന് തെളിവ് ഞങ്ങൾ ബുഖാരി എന്ന് ഓതണ്ട, നിങ്ങളെ കുട്ടശ്ശേരിന്റെ ബുക്കിലുണ്ട്. ഇനി അറബ് രാജ്യത്ത് വഹാബിസത്തിന്റെ മുന്നേറ്റത്തെ സംബന്ധിച്ച് പറയുന്ന അറബി ഗ്രന്ഥങ്ങളിലും ധാരാളമുണ്ട്. വഹാബികൾ ഒരുപാട് ആലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, ഒരുപാട് ഖബറുകൾ തകർത്തിട്ടുണ്ട്, ദലായിൽ ഖൈറാത്ത് പോലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ ചുട്ടുകരിച്ചിട്ടുണ്ട് എന്ന് വഹാബിസത്തിന്റെ നേട്ടമായി കുട്ടശ്ശേരി പോലും എഴുതിയത് നിങ്ങൾക്കെതിരെയുള്ള കൃത്യമായ രേഖയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ആ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സംഘാടകർ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്കോ ആണുങ്ങളുടെ ഭാഗത്തേക്കൊക്കെ ബക്കറ്റുമായിട്ട് വരും. അതിൻ്റെ ഇടയിൽ ഒരു ദുഃഖവാർത്ത. നമ്മുടെ സഹോദരൻ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഖുദൈരി അബ്ദുള്ള ഫൈസി, ഖുദൈരി മുഹമ്മദ് ഫൈസി, അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് മുസ്ലിയാർ, മമ്മൂട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന പഴയ പണ്ഡിതനാണ്. പ്രായപ്പോൾ ഏതാണ്ട് 100 വയസ്സോളം ഉണ്ടാവില്ലേ. അദ്ദേഹം ഇന്ന് ഈ കുറച്ചു മുമ്പ് ഹോസ്പിറ്റലിൽ കണ്ണൂർ വെച്ചിട്ട് വഫാത്തായിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോ ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ അത് ചൊല്ലിയിട്ട് നമ്മളെ മരിപ്പിച്ചു തരുമാറാവട്ടെ, ഈമാനോടുകൂടി മരിപ്പിച്ചു തരുമാറാവട്ടെ, അത് ചൊല്ലി മരിക്കാൻ സൗഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ആണുങ്ങളുടെ ഭാഗത്തേക്കും ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും ബക്കറ്റിനോട് നല്ല നിലക്ക് സഹകരിക്കണമെന്ന് അറിയിക്കണം. ഒരു 10 റുപ്യൊന്നും ഇടരുത് കേട്ടോ. 10 റുപ്യ ആയാലും പഴയ കാലല്ല, മാറിയില്ലേ. 10 റുപ്യക്ക് ഒരു മാറ്റം വരണ്ടേ. പണ്ട് 10 കൊല്ലം മുമ്പ് 10 റുപ്യ തന്നെ, ഇപ്പൊ 10 റുപ്യ. ഇപ്പം ഭിക്ഷാടനത്തിന് കൊടുക്കുന്ന പൈസ എത്രയാ? അതും 10 റുപ്യ തന്നെ. അതുകൊണ്ട് ഒരു 50 മേലെ 500, 1000 അങ്ങനെയൊക്കെ എല്ലാവരും ഇടേണ്ടതെന്ന് പ്രത്യേകം അറിയിക്കാം. ജദ്ദിദു ഈമാനക്കും. ആരെങ്കിലും ചോദ്യകർത്താക്കളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ ചോദ്യകർത്താക്കള്? ചോദ്യകർത്താക്കൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അപ്പൊ ഖബറിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ഈ സദസ്സ് പ്രഖ്യാപിക്കല്ലേ? ഖബറിനെ സംബന്ധിച്ച് വാറോല എഴുതിവിടുന്ന വഹാബിക്ക് ന്യായമായി നേരിട്ട് അരക്കഷ്ണം പോലും പ്രമാണം പറയാനില്ല എന്ന് ഈ സദസ്സ് പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹു അക്ബർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒന്നുകിൽ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളൊരു മുഖാമുഖം സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എഴുത്തു തരിക. ഞങ്ങൾ SYSന്റെ നേതൃത്വത്തിൽ, അഹമ്മദ് അർലായുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അങ്ങോട്ട് വരും ഇൻഷാ അല്ലാഹ്. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇത് ചൊല്ലിയിട്ട് മരിപ്പിക്കണേ റഹ്മാനെ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഇതിന്റെ ഖാദിമീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളെ അല്ലാഹുവേ ഈ ദിക്റിന്റെ ഫലം നേടി സ്വർഗത്തിലെ ഉന്നതി പ്രാപിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ഒരു 3 സ്വലാത്ത് മദീനത്തേക്ക്, ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പുണ്യമദീന ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തമ്പുരാനെ. പുണ്യ റസൂലുള്ളാഹിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ. പുണ്യ റസൂലുള്ളാഹിന്റെ ദീനിന് ഇഖ്ലാസോടെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം.